So, hello guys, Sri here. Sri here, guys. So, welcome back to another podcast. Yeah. കഴിഞ്ഞ പോഡ്കാസ്റ്റ് നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Yeah. ആൻഡ് ഹിസ് ബിൻ കുക്കിംഗ് സംതിങ്, ഐ നോ ദാറ്റ്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഇട്ട കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ വേറെ ആളുകൾക്ക് ഷെയർ ചെയ്യുന്നു. ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്നു. താങ്ക്സ് ബ്രോ. എന്താ ട്രോളർ എന്തൊക്കെയാണ് ഇട്ടത്, പക്ഷേ നൈസ് റീൽസ്. അതെ, യാ, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. യാ. സോ ബ്രോ, നിങ്ങളെ പോലുള്ള ഒരു ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മേക്ക് ഷുവർ യു ജോയിൻ അവർ കമ്മ്യൂണിറ്റി. താഴെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. അതിനകത്ത് കുറച്ച് ബഞ്ച് ഓഫ് ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. അവരെന്താ പറയണേ, ഇതുപോലത്തെ സ്പേസ് ഓഡിസി അങ്ങനത്തെ ഭയങ്കര എന്താ പറയണ തോട്ട്ഫുൾ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നവരെ. 30 സെക്കൻഡിൽ നമുക്ക് ഓരോ ഐഡിയാസ് വന്നില്ല. ആദ്യത്തെ ഐഡിയ ഏലിയൻസിനെ പറ്റിയാണെങ്കിൽ അടുത്ത ഐഡിയാസ് ആയുർവേദത്തിനെ പറ്റിയാണ്, അടുത്ത ഐഡിയ സ്പേസിനെ പറ്റിയായിരിക്കും, അടുത്ത ഐഡിയ ഫ്ലാറ്റ് എർത്തിനെ പറ്റിയായിരിക്കും. ഡിഫറെന്റ് ഐഡിയാസ് ഗോയിങ് ഓൺ ദ സെയിം ഗ്രൂപ്പ് ചാനൽ. ഇറ്റ്സ് അമേസിങ്. സോ ടെൽ us what you're cooking. അങ്ങനെയൊന്നുമില്ല. നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എന്താ പറയുക, സയന്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനാണ് വിചാരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭാരതത്തിൽ പല കഥകൾ നടന്നിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും നമ്മൾ മതപരമായിട്ട് ഇൻഡക്റ്റ് ചെയ്ത് അതിനെ മതകഥകളാക്കി മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മഹാഭാരത എന്ന് പറയുന്ന കഥ. അങ്ങനെ ഐ തിങ്ക് ആഫ്റ്റർ getting information about that, reading that, it's a story that happened in and around Bharat. അതിനെ ഭാരതത്തിലുള്ള എല്ലാവരും ആ കഥ, ലോകത്ത് പലയിടത്തും ആ കഥകളുടെ പല എന്താ പറയുന്ന ഫ്രാക്ഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഭാരതമാണ് അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് അതിനെ സൂക്ഷിച്ച് ഒരു എപ്പിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയ ഒരു കൾച്ചറിനെ ആ കഥ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 5000 വർഷം 7500 വർഷമായി എന്നാ പറയുന്നത്. കഴിഞ്ഞപ്പോഴത്തേക്കും ആ കഥ ഒരു ഭാരതത്തിന്റെ കഥയായി മാറിപ്പോയതാണ്. സോ യു ആർ സേയിങ് മഹാഭാരതം എന്ന് പറയുന്ന സാധനം ത്രൂ ഔട്ട് ദി വേൾഡ് നടന്നൊരു സാധനമാണ്. മോസ്റ്റ് ഓഫ് ദി വേൾഡ്, ഈ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന എർത്തില് നടന്ന പല കോണ്ടിനെന്റ്സിൽ നിന്ന് വന്ന ആളുകളെ പറ്റി, ആർമികളെ പറ്റി അതിൽ പറയുന്നുണ്ട്. അതിന്റെ ആർമികളുടെ പേരും കുറച്ച് തെളിവുകളൊക്കെ ഞാൻ സംഘടിപ്പിച്ചു. പക്ഷേ നമ്മുടെ ഭാരത് എന്ന് പറഞ്ഞൊരു ലാൻഡ് ആണ് അതിന് ഏറ്റവും നല്ല ലിറ്ററേച്ചറി റെക്കോർഡ് ചെയ്തേക്കുന്നതും മാത്രമല്ല ഭാരതത്തിൽ നടന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഐ മീൻ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എത്രയാ പറയുന്നത്, നമ്മളുടെ വ്യാസനാണ് മഹാഭാരതം നമുക്ക് എന്താ പറയുന്ന രീതിയിൽ എഴുതി തന്നേക്കുന്നത്. നമുക്ക് പുള്ളിയുടെ മഹാഭാരതമാണുള്ളത്. അതിനകത്ത് പുള്ളിയുടെ കുറച്ച് ഫാസിനേറ്റിംഗ് ഇൻപുട്സ് ഉണ്ട്. പുള്ളി വാസ് വെരി ഒബ്സെസ്ഡ് വിത്ത് ദി നമ്പർ 18. 18 എന്ന് പറയുന്ന നമ്പറിൽ പുള്ളി ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. അതിനകത്ത് ഞാൻ പിക്ചേഴ്സൊക്കെ കൊടുക്കാം. എല്ലാ പോഡ്കാസ്റ്റിലും പോലെ ഇനി എല്ലാ പോഡ്കാസ്റ്റിലും പിക്ചേഴ്സ് വരും ഗൈസ്. അപ്പോൾ 18 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു പുള്ളി. എന്ന് വെച്ചാൽ മഹാഭാരതം നടന്ന ദിവസം, എത്ര ദിവസം യുദ്ധം നടന്നറിയാമോ? 18 ദിവസം. 18 ദിവസം കൊണ്ടാണ് യുദ്ധം നടക്കുന്നത്. ആവാം, അതാണ് ഞാൻ പറയുന്നത്. ഐ എം ജസ്റ്റ് പോയിന്റിങ് ഔട്ട് ദി ഫാക്ട്സ്. പുള്ളി എഴുതിയത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളി വാസ് ഒബ്സസ്ഡ് വിത്ത് ദി നമ്പർ 18. കാരണം മഹാഭാരത യുദ്ധം നടന്നത് 18 ദിവസം കൊണ്ട്. അതിനകത്ത് ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരത് പുരാണത്തില് 18 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. മഹാഭാരതത്തിൽ 18 പർവാസ് ആണ് ഉള്ളത്. മീൻസ് ഐ മീൻ 1 ഫാക്ഷൻ 2 ഫാക്ഷൻ അതുള്ളത്. അതുപോലെ തന്നെ ഈ മഹാഭാരതത്തിൽ പങ്കെടുത്തത് 18 അഷ്ടാംഗിരികളായിരുന്നു. എന്ന് വെച്ചാല് മോഡേൺ ഡേയിൽ അതിനെ നമുക്ക് ബറ്റാലിയൻസ് അല്ലെങ്കിൽ ആർമീസ് എന്ന് പറയാം. 18 ആർമീസ് ആണ് പങ്കെടുത്തത്. അതിനകത്ത് ഒരെണ്ണമായിരുന്നു ഭാരതത്തിലെ ആർമി. 18 ഓഫ് ദം പങ്കെടുത്തു. അതിനകത്ത് 11 എണ്ണം കൗരവരുടെ സൈഡും 7 എണ്ണം പാണ്ഡവരുടെ സൈഡുമാണ് ഫൈറ്റ് ചെയ്തത്. So it was a coalition of 11 army fighting against a coalition of 7 armies fighting against them. പക്ഷേ I think the battle took in our country. Yes, കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത്, അത് നമ്മളിപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്താണ്. നമ്മുടെ മധ്യപ്രദേശ് തന്നെയാണോ അതോ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് നടന്നത്. കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ പഠിച്ചു വെച്ചതാ, മറന്നുപോയി. അപ്പോൾ actually what it is showing is 11 factions, 11 armies spread across the globe fighting 7 armies. Doesn't that sound a bit like NATO versus like BRICS or something?
കാരണം അങ്ങനെ ഒരു ഗ്ലോബൽ അലയൻസ് വരാതെ ഹൗ ദ ഹെൽ വുഡ് 11 ആർമീസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് 7 ആർമീസ്? ആൻഡ് ഈ 7 ആർമികളിലും വേറെ വേറെ ഫാക്ഷൻസിൽ നിന്ന് വന്നതാണെന്ന് പറയാൻ കാരണം ഭാരതം വാസ് വൺ, ആൻഡ് ഭാരതം അത്രയും വലുതും പവർഫുൾ ആയിരുന്നിട്ട് തന്നെ ഭാരതം വാസ് ഹാവിംഗ് ഓൺലി 1 ആർമി. അപ്പം അത് ഭാരതത്തിന്റെ കൂടെയും ഭാരതത്തിന്റെ എതിരെയും ഇത്രേ പോലെ പവർഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ ദേ കെയിം ഫ്രം, മനസ്സിലായി, അതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ്. they are supposed to be resourceful. Yes, they are supposedly resources. അങ്ങനെ ഈ 18 എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പലവട്ടം ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മഹാഭാരതത്തിലെ കണക്കെടുത്ത് ഈ 18 ആർമീസിലും ഓരോ ആർമിയിലും ഇത്ര കണക്കുകളുണ്ട്. ഇപ്പം 40,000 ആന, 40,000 ഇൻറ്റു 5 കുതിര, 40,000 ഇൻറ്റു 8 കാലാളുകൾ, 40,000 8 പടയാളികൾ, അങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം 18 ബറ്റാലിയൻസ് ഇൻറ്റു ഓൾ ദിസ് റഫ് എസ്റ്റിമേറ്റ് ഏകദേശം 4 മില്യൺ ആണുങ്ങളാണ് പങ്കെടുത്തത്. മെൻ 4 മില്യൺ മെൻ എന്ന് പറഞ്ഞു. 40 ലക്ഷം ആണുങ്ങൾ 18 ദിവസം കൊണ്ട് 99.99 പേര് മരിച്ചു. സോ ഗൈസ് അഗൈൻ ഞങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ ഇപ്പം യു ആർ ട്രൈയിങ് ടു സേ ദാറ്റ് മഹാഭാരത ഒരു എന്താ പറയണ ഒരു എർത്ത്ലി ഇവന്റ് ആണെന്നാണ് പറയുന്നത് അല്ലേ? യെസ്, അത് ഡെഫിനറ്റ്ലി അത് ഭൂമിയിൽ നമ്മളുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നടന്ന ഒരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട് എ മിത്ത് ഓർ സ്റ്റോറി. ഇറ്റ്സ് നോട്ട് എ മിത്ത് ഓഫ് സ്റ്റോറി എന്ന് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം പറയുക. ഇച്ചിരി ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓഫ് കോഴ്സ്, ഐ മീൻ ഡേറ്റ റെക്കോർഡ്സ് ആർ ടു ഓബിയസ് മാൻ. നമ്മൾ എപ്പോഴും പറയും 1 ടൈം ഇറ്റ്സ് എ മിസ്റ്റേക്ക്, 2 ടൈംസ് കോയിൻസിഡൻസ്, 606 times it's calculated position. Exactly. Yeah. So again continue. Okay. അപ്പോൾ ഈ ഇതിനകത്ത് ഈ മഹാഭാരതത്തിലൊക്കെ നമ്മൾ ഒരു വെപ്പണിനെ പറ്റി പറയുന്നുണ്ട്. ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് വെപ്പണാണ്. ഈ വെപ്പണിന്റെ ഈ ബ്രഹ്മാസ്ത്രയെ പറ്റി എഴുതിയേക്കുന്ന വെപ്പണിനെ പറ്റി ഞാനൊന്ന് പറയാൻ പോവാണ്. നിങ്ങളൊന്ന് കേൾക്കണം, ജസ്റ്റ് ഒന്ന് കേൾക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലായിരിക്കാം, പക്ഷെ ഐ എം ഗോണ സേ വാട്ട് ഇറ്റ് ഈസ് റിട്ടൺ. ആ സംസ്കൃതം എഴുതിയേക്കുന്നതിന്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ബ്രഹ്മാസ്ത്രയെ പറ്റി എങ്ങനെയാന്ന് പറയുന്നത്, എ സിംഗിൾ പ്രൊജക്ടൈൽ ചാർജ്ഡ് വിത്ത് ദി പവർ ഓഫ് 1000 suns ഫ്ലൈയിങ് ത്രൂ ദ സ്പേസ്, ഫ്ലൈയിങ് ത്രൂ ദ സ്കൈ. ഇത് എവിടെങ്കിലും നിനക്ക് ഇത് കേട്ടിട്ട് കണക്ട് സംതിങ്, ഒന്നും കൂടെ ഞാൻ വായിക്കാം, നിങ്ങൾ ഇത് കേൾക്കണം. എ സിംഗിൾ പ്രൊജക്ടൈൽ ഫ്ലൈയിങ് ത്രൂ ദ സ്കൈ ചാർജ്ഡ് വിത്ത് ദ പവർ ഓഫ് 1000 sun. ആകാശത്തിൽ കൂടി പറന്നു പോകുന്ന ഒരു വസ്തു, ഒരു പ്രൊജക്ടൈൽ. ആ പ്രൊജക്ടൈൽ ചെല്ലുന്നത് 100 സൂര്യന്റെ ശക്തിയും കൊണ്ടാണ്. ഇറ്റ്സ് എ ന്യൂക്ലിയർ വെപ്പൺ. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡിസ്ട്രക്ഷൻ, ഇത് ചെന്ന് കഴിഞ്ഞ് വീണ് കഴിഞ്ഞാലുള്ള കാര്യം, ഈ ബ്രഹ്മാസ്ത്രയെ പറ്റി പറക്കുന്നത് ഇപ്പൊ പറഞ്ഞു. ബ്രഹ്മാസ്ത്ര ചെന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കേൾക്കുക. ബ്രഹ്മാസ്ത്ര ചെന്ന് വീണ്, ഇത് മഹാഭാരതത്തിൽ എഴുതി വെച്ചേക്കുന്ന സംസ്കൃതത്തിന്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവനും കൂടി ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതല്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഗോ റീഡ് യുവർ മഹാഭാരത. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ചെന്ന് ലാൻഡിൽ ഇടിച്ചാൽ ഇറ്റ് ഡിസ്ട്രോയ്സ് എൻറ്റയർ സിറ്റീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എൻറ്റയർ സിറ്റീസിനെ ബ്രഹ്മാസ്ത്രം നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നതിന് മുന്നേയും ബ്രഹ്മാസ്ത്രം വിടുന്നതിന് മുന്നേ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ട് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ കൗരവരായാലും പാണ്ഡവരായാലും ഇവരുടെ കയ്യിലൊക്കെ ഈ ബ്രഹ്മാസ്ത്ര പോലത്തെ അസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു പാക്ട് ഉണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും കൊല്ലാനും കണ്ണി കണ്ട കുത്താനും നിൽക്കുകയാണ്. പക്ഷെ ഇവർ തമ്മിലൊരു പാക്ട് ഉണ്ട്. നീ ബ്രഹ്മാസ്ത്ര ഞങ്ങളുടെ ഇതിൽ ഉപയോഗിക്കാത്തടത്തോളം കാലം ഞങ്ങൾ ഉപയോഗിക്കത്തില്ല. നോ ഫസ്റ്റ് യൂസ് പോളിസി. നിനക്ക് എന്നെ കൊല്ലാം, നിനക്ക് എന്നെ വെട്ടാം, നിനക്ക് എൻ്റെ ആർമിയെ മൊത്തം എന്തിട്ട് വേണം വിമാനം വിട്ട് നശിപ്പിക്കാം, പക്ഷെ ബ്രഹ്മാസ്ത്രം നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കരുത്. ഭൂമിയെ 300 വട്ടം ചുട്ടുകരിക്കാനുള്ള പവർ നിന്റെ കയ്യിലും എൻ്റെ കയ്യിലും ഉണ്ട്. അതുകൊണ്ട് നീ ഉപയോഗിക്കാതെ ഞാൻ ഉപയോഗിക്കില്ല, ഞാൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാതെ നീ ഉപയോഗിക്കരുത്. അങ്ങനെയായിരുന്നു അവരുടെ പാക്ട്. ഏതാണ്? 2 കുലങ്ങൾ തമ്മിൽ 18 ആർമീസ് രാജ്യങ്ങൾ വന്ന് യുദ്ധം ചെയ്യുക, രണ്ടുപേരും നോ ഫസ്റ്റ് യൂസ് പോളിസി. And they did break it. And naturally it will break. I mean, nothing is bigger than ego. Yeah. Nothing in the world is bigger than ego. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം നശിക്കുകയാണെന്ന് നമുക്ക് 100% ഉറപ്പ് വന്നാൽ നമ്മളുടെ ഈഗോയ്ക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും, അപ്പുറത്ത് നിൽക്കുന്നവനെ കൊണ്ടുപോകാം.
അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മാസ്ത്രം കണ്ടുപിടിച്ചതും, അതുകൊണ്ട് തന്നെയാണ് ന്യൂക്ലിയർ വെപ്പൺസ് കണ്ടുപിടിച്ചതും, അതുകൊണ്ട് തന്നെയാണ് അത് ഉപയോഗിക്കപ്പെടാൻ പോകുന്നതും പണ്ട് ഉപയോഗിച്ചതും. Wait, you predicting it will somebody will use? Bro, of course, but then why would they make it? Why would they think of that idea of killing multiple cities in one blow? See, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു സാധനം ആലോചിച്ചത്. ഒരു ബ്ലോയിൽ പറഞ്ഞു. ഈ ഹരിയാനയാണ് അവിടെ എവിടെയാണ് മോഡേൺ ഡേ കുരുക്ഷേത്ര. ഹരിയാനയാന്ന് തോന്നുന്നു. അപ്പം അവിടെ ഏതോ ഒരു റീസെന്റ് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് അവരുടെ സാൻഡിന്റെ അകത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള, അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, അല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോറി. അപ്പോ ഇത് പോയി ഇതിനെ പറ്റി ഉപയോഗ രീതികളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പോയി വീണതെടുത്ത് സംഭവിച്ചത് എന്താന്ന് പറയാൻ പറ്റുമോ? ഇത് പോയി വീണെടുത്ത ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. വേറൊരു സിറ്റിയിൽ വീണത് ഇപ്പുറത്തെ സിറ്റിയിൽ നിന്ന് ആളുകൾ കാണുന്നു. എങ്ങനെയാ കാണുന്നത് അറിയാവോ? ബ്രഹ്മാസ്ത്ര വീണ സിറ്റിയിൽ 1000 സൂര്യൻ ഒരുമിച്ച് ഉദിക്കുന്നു. വെള്ള വെളിച്ചത്തിൽ 1000 സൂര്യൻ ഒരുമിച്ച് ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ ബേണിംഗ് ലൈറ്റ് ബ്രൈറ്റർ ദാൻ 1000 സൺസ്. ഇത് വേറൊരു ഇംഗ്ലീഷ് ചാനൽ തസാർ ബോംബെന്റെ എന്തോ റിലേറ്റ് ചെയ്ത് എന്തോ അങ്ങനെ എന്തോ ആയിരിക്കാം. കാരണം തസാർ ബോംബെയും ഏറ്റവും വലിയൊരു സിറ്റി ബസ്റ്റർ ആണ്. അതുപോലെ തന്നെ സ്കോർച്ചിങ് വിൻഡ് എന്ന് പറഞ്ഞാൽ പൊള്ളിക്കുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ 100 കണക്കിന് മൈൽ അപ്പുറത്തുള്ള സിറ്റിയിൽ ഇട്ടാലും ഇപ്പുറത്തെ സിറ്റിയിൽ പടയെന്നുള്ള സ്കോർച്ചിങ് വിൻഡുകൾ ചൂടാവുന്നത്. അതുപോലെ തന്നെ സിറ്റികൾ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു സിറ്റി ഉണ്ടായിരുന്നുള്ള തെളിവ് പോലും ഇല്ല, അവിടെ ക്രേറ്റേഴ്സ് മാത്രം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സിറ്റിയിലെ പറ്റി ആളുകൾ എഴുതിയിട്ടുണ്ട്. ഇത് മഹാഭാരതത്തിൽ എഴുതിയേക്കുന്നതാണ്. സർവൈവ് ചെയ്തവർ, ആ സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ബ്ലാസ്റ്റ് റേഡിയസിൽ നിന്ന് രക്ഷപ്പെട്ടവർ, അടുത്ത സിറ്റിയിലേക്ക് വന്നവർ എല്ലാം പോയിസൺ ബാധിച്ച പോലെ മരിച്ചു പോകും. ഞാനത് എന്തോ ഒരു സാധനം മറ്റേ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. They started losing their nails and hair. ഇനി മഹാഭാരതത്തിൽ എഴുതിയേക്കുന്നത്, ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത് ഇതെല്ലാം അതിൽ എഴുതിയേക്കുന്നതാണ്. അപ്പൊ ഞാൻ നോക്കി എന്താണ് ആ പോയിസൺ എന്താന്ന് നോക്കിയപ്പോൾ അടുത്ത വേഴ്സസിൽ ആ പോയിസണെ പറ്റി പറയുന്നുണ്ട്. പോയിസൺ എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിലും ആ പോയിസന്റെ എഫക്ട്സ് ഞങ്ങൾ എഴുതി വെക്കാം എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നതാണ്. സർവൈവേഴ്സിന്റെ മുടിയും നഖവും ഫോളോ ഓഫ് ചെയ്യാൻ തുടങ്ങി. മുടി പോവാൻ തുടങ്ങി, നഖം പോവാൻ തുടങ്ങി. രണ്ടാമത്തത്, മൃഗങ്ങളും കിളികളും വെള്ള കളറാവാൻ തുടങ്ങി. റേഡിയേഷൻ. ടേണിംഗ് ഓഫ് വൈറ്റ് ഈസ് 100% പ്രൂഫ് ഓഫ് റേഡിയേഷൻ. മൂന്നാമത്തത്, അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന ഫുഡ് അൺഎഡിബിൾ ആയി മാറി. അത് പറഞ്ഞിട്ടുണ്ടോ? മഹാഭാരതത്തിൽ എഴുതി വെച്ചിരുന്നതാണ് ഫുഡ് അൺഎഡിബിൾ ആയി. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് കരയിലുള്ള വെള്ളം പോയിസണ് തുല്യമായി. ആ പോയിസൺ കുടിച്ചാൽ നമ്മൾ അസുഖം വന്ന് മരിക്കുകയും ചെയ്യും. കണ്ടാമിനേഷൻ ഓഫ് ഫുഡ്, വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ എഴുതി വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫാൾ ഔട്ടിന്റെ ഒരു കോഴ്സസ് എഴുതിയാൽ ഇത്രയും വൃത്തിയായിട്ട് നമുക്ക് എഴുതാൻ ഒക്കത്തില്ല. അപ്പോ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചിലപ്പം മണ്ടത്തരം എഴുതിയാണ് എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഹൗ ക്യാൻ ദിസ് കോംപ്ലെക്സ് ഐഡിയ ഓഫ് എ പ്രൊജക്ടൈൽ ഹാവിംഗ് ദ പൊട്ടൻസി ഓഫ് 100 സൺ ഗോയിങ് ആൻഡ് ഹിറ്റിംഗ് സംവെയർ, എന്നിട്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇത്ര എഫക്ട്സ് ഉണ്ടാവും, അവിടെ ജീവിച്ചിരുന്നവർക്ക് ഇത് പറ്റി, അതിന്റെ ദൂരെ സർവൈവ് ചെയ്തവർക്ക് ഇത് പറ്റി, അപ്പുറത്തെ സിറ്റിയിൽ നിന്നവർക്ക് ഇങ്ങനെ കാണാൻ പറ്റി, ഇതൊക്കെ എഴുതി വെക്കുന്നത് വെറും ഒരു ഇമാജിനേഷൻ ആണെങ്കിൽ ഹൗ ക്യാൻ ദാറ്റ് ഇമാജിനേഷൻ ബി ജസ്റ്റിഫൈഡ്? ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യാൻ? ചിലപ്പം ഏതെങ്കിലും ഒരു ഫാക്ഷൻ ഇപ്പൊ പൊട്ടുന്നത് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നഖവും പല്ലും മുടിയും പോകുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ബേർഡ്സ് വൈറ്റ് ആവുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. സി, ഇതെല്ലാം ഇമാജിൻ ചെയ്ത് ദ ഗ്രേറ്റസ്റ്റ് ബുക്ക് ഓഫ് ഇന്ത്യയിൽ എഴുതി വെച്ചേക്കാണ്. അതെല്ലാം ഒറ്റ പാരഗ്രാഫിലുള്ളതാണ്. അതൊരു പ്രൊജക്ടൈൽ വന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ ഉള്ളതാണ്. അത് മാത്രമല്ല, ഇതെല്ലാം ഭാരതത്തിൽ നടന്നതുമാണ്. ഇത്രയും പ്രിസൈസ് ആയിട്ട് ഒരാൾക്ക് കള്ള എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ ഹീസ് ഗോഡ്. ബ്രോ, ഇത്രയും പ്രിസൈസ് ആയിട്ട് ഒരാൾക്ക് കള്ള ഇമാജിൻ ചെയ്ത് എഴുതി വെക്കാൻ പറ്റത്തില്ല എന്നുള്ള തെളിവ് തന്നെയാണത്. കാരണം ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് തെറ്റാൻ പറ്റത്തില്ല. നമ്മളിതെല്ലാം പറയുന്നത് സിമ്പിൾ ആയിട്ടാണ്. ഇവിടെ എക്സിസ്റ്റഡ് ആ സിവിലൈസേഷൻ ഹു ഹാഡ് മാസ്റ്റേർഡ് ന്യൂക്ലിയർ പവർ 100%. അതിന് ഉപരി, ഞാൻ ഇത് ഓഫ് ദ ടോപ്പിക് ആണ്, പക്ഷെ ഞാൻ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്, ഞാൻ ഇന്നലെ വിമാനശാസ്ത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമാനശാസ്ത്ര മഹർഷി ഭരദ്വാജ ഈസ് ഫേമസ് സെയിന്റ്. പുള്ളിക്കാരൻ വിമാനശാസ്ത്രം തുടങ്ങുന്ന ഇങ്ങനെ, അതിനകത്ത് നമ്മുടെ ബോധാനന്ദ എന്ന് പറയുമ്പോൾ നമ്മുടെ ശിഷ്യനോ വിവേകാനന്ദ അല്ല, പുള്ളിക്കാരന്റെ ഈ SNDP
എന്ത് പുള്ളിയുടെ ശിഷ്യൻ. ഓക്കെ, പുള്ളി എഴുതിയത് നാരായണഗുരുവിന്റെ ശിഷ്യൻ. പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ഇങ്ങനെ, Bharadwaja, I make obeisance to the divine being who is visible on the crest of the Vedas, who is the fountain of eternal bliss and whose abode is reached by vimanas or aeroplanes, having studied the shastras or sciences pronounced by the previous men of sciences to best of my ability. എന്ന് വെച്ചാല് ഇവര് ഈ ദൈവങ്ങളെ പറ്റിയാണ് ഞാൻ എഴുതുന്നതെന്നും ഈ ദൈവങ്ങളുടെ അബോർഡ് എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൽ നമുക്ക് വിമാനങ്ങൾ വെച്ച് മാത്രമേ എത്താൻ പറ്റുന്നു. ആൻഡ് ഗൈസ്, ഇത് ശാസ്ത്രം തുടങ്ങുന്നത് അങ്ങനെയാണ്. അതെ, തുടങ്ങുന്ന ഫസ്റ്റ് സെന്റൻസിൽ പറയുന്ന there existed a species who we consider as god. അവർക്ക് എയറോപ്ലെയിനും അതേപോലെ എയറോപ്ലെയിൻ ഞാൻ പറയത്തില്ല, വിമാനാസ് ആർ ഫാർ മോർ അഡ്വാൻസ്ഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ്. എയറോപ്ലെയിൻസ് ആർ ജസ്റ്റ് വൺ വേ ട്രാഫിക്. ഇവിടുന്ന് ചാടി അവിടെ ഇറങ്ങാൻ പറ്റും. ഇടയ്ക്കൊന്ന് മാറ്റാൻ പറഞ്ഞാൽ ഫുള്ള് പണിപാട്. അവര് അത് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനിത് വായിച്ച് ലിറ്ററലി എന്റെ കിളി പോയി എന്ന് പറയുമ്പോൾ അപ്പോഴാ ദിസ് ബുക്ക് ഇത് മാത്രമായിരിക്കും സോൾ എവിഡൻസ് ദാറ്റ് വി ആർ ലിവിംഗ് ഇൻ എ ഡംബ് പ്ലേസ്. യെസ്, വി ആർ ലിവിംഗ് ഇൻ ദ ഡംബസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഈ ബുക്കിന്റെ PDF അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അത് നിങ്ങൾ വായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ എഴുതിയേക്കുന്ന ക്വാണ്ടം മെക്കാനിക്സ് അങ്ങോട്ട് മാറി നിന്നുമുള്ളൂ, അത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പറക്കേണ്ട പൈലറ്റ്സുകൾ തിന്നേണ്ട ആഹാരം, ഇതിനകത്ത് കുടിക്കേണ്ട വെള്ളം, ഇടേണ്ട ഡ്രസ്സ്, ചെയ്യേണ്ട എക്സസൈസ്, മനസ്സിന്റെ കാര്യങ്ങൾ, ഫാമിലിയോട് എങ്ങനെ ആയിരിക്കണം, എന്നിട്ട് കുറെ സിദ്ധികൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് എന്നിട്ട് മെർക്കുറിയെ പറ്റി എഴുതിയിട്ടുണ്ട്, ആന്റി ഗ്രാവിറ്റിയെ പറ്റി എഴുതിയിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിയെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിലാ ഞാൻ ഞെട്ടിപ്പോയത്. ഇതിനകത്ത് ഗ്രാവിറ്റേഷണൽ പവർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവരുടെ പ്രൊപ്പൽഷനകത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് സൺ എനർജി എന്ന് പറഞ്ഞാൽ സൂര്യകാന്തി എന്നൊക്കെ പറയുന്നത് എക്സ്പ്ലെയിൻ, സോളാർ, വിൻഡ്, പ്രൊപ്പൽഷൻ, ഫയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഫ്ലൈറ്റിനകത്ത് ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ത്രിപുര വിമാനയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആന്റി ഗ്രാവിറ്റി എനർജിയാ. അത് അന്ന് പറഞ്ഞിട്ടുണ്ട്. മൂണിന്റെയും ബാക്കിയുള്ള ഗ്രഹങ്ങളുടെയും ഇൻഫ്ലുവൻസ് എടുത്തിട്ടാണ് പ്രൊപ്പൽ ചെയ്യുന്നത്. Man, that is, we are talking about gravitation. ഈ വിമാനശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പറയും 1000 വർഷം അല്ലെങ്കിൽ 2000 വർഷം അല്ലെങ്കിൽ 200 വർഷം എന്നൊക്കെ പറയും. ദിസ് വാസ് ക്രിയേറ്റഡ് ബിഫോർ 5000-6000 years ago. എന്ന് പറഞ്ഞാൽ 7500 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത ബുക്കുകൾ, മഹാഭാരതവും രാമായണവും ബുക്കുകൾക്ക് മുന്നേ ഉള്ളതാണ് ഈ അറിവുകൾ. കാരണം ഈ അറിവുകൾ വെച്ചാണ് ഈ വിമാനങ്ങൾ ഉണ്ടാക്കിയത്. ഈ വിമാനങ്ങൾ പറന്നത് നമുക്ക് ഉറപ്പായിട്ടുള്ള 2 സമയങ്ങൾ 14000 വർഷങ്ങൾക്ക് മുന്നേ രാവണന്റെയും ആളുകളുടെയും കയ്യിലുണ്ടായിരുന്ന വിമാനാസും, പിന്നെ നമ്മുടെ കൃഷ്ണന്റെ യുഗത്തിൽ കൃഷ്ണൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ പുള്ളിയുടെ കയ്യിലും മഹാഭാരതത്തിലും വിമാനാസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ സംഭവം ഉണ്ടോ? ഞാൻ ഈ വിമാനശാസ്ത്രം എന്നാ എഴുതിയെന്ന് ചോദിച്ചപ്പോ റീസെന്റ് ടൈംസ് വന്ന് 200 വർഷം. പക്ഷേ മഹാഋഷിന്റെ ഡേറ്റ് എന്ന് നോക്കി വേദിക് പീരീഡ്, വേദിക് എന്ന് പറഞ്ഞാൽ അത്രയും മിസ്ഇൻഫോർമേറ്റഡ് ആണ്. വെറുതെ അങ്ങ് പറയാണ്, വെറുതെ. അത് ഞാൻ പറയുന്നുണ്ട്, ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ചെയ്തു വെച്ചേക്കുന്ന തൊല്ലാപ്പുകൾ മാറാൻ. അത് ഞാൻ പറയാം, നമ്മൾ കഥയിലോട്ട് വരുമ്പോൾ സുഗ്രീവന്റെ കഥയൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷുകാർ കുറച്ച് പൊളപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതിലും വലിയ എവിഡൻസ് നിങ്ങൾക്ക് വേണം. നമ്മളൊരു ഹയർ സിവിലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോ ഇത് നടന്നിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങള്, മോഹൻജോദാരോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങള്, പാകിസ്ഥാന്റെ കുറച്ച് സ്ഥലങ്ങൾ, ഇപ്പൊ പാകിസ്ഥാനിലാണ്, പണ്ടത് ഭാരതത്തിന്റെ ആയിരുന്നു. അവിടേക്ക് എക്സ്കവേറ്റ് ചെയ്തപ്പോ സ്കെലിറ്റൻസ് കിട്ടുക മണ്ണിനടിയിൽ, ഒരു പ്രശ്നവും ഇല്ലാതെ വെറുതെ മരിച്ചു കിടക്കുന്ന സ്കെലിറ്റൻസ് കുറേ പേര്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ ബെറിയൽ സൈറ്റ്. ഓടുന്ന പൊസിഷനിൽ, നിൽക്കുന്ന പൊസിഷനിൽ, ഇരിക്കുന്ന പൊസിഷനിലൊക്കെ ഇരുന്ന് മരിക്കുന്ന ആളുകൾ. അപ്പോ ആ സ്കെലിറ്റൻ എടുത്ത് പരിശോധിച്ചപ്പോൾ they were having very high levels of radiation in the bones. ബോൺസിനകത്ത് റേഡിയേഷൻ എങ്ങനെ വന്നുവെന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വിട്രിഫിക്കേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി 4000, 3000, 5000 ടെമ്പറേച്ചറിൽ പെട്ടെന്ന് നമ്മൾ സാൻഡ് ഹോട്ട് ആക്കിയിട്ട് ഒരു കുറച്ച് പീരീഡ് കഴിഞ്ഞിട്ട് അതിനെ കൂൾ ചെയ്യും. എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലോട്ട് അങ്ങ് വെക്കും. ഗ്ലാസ് ഫോം ചെയ്ത് സാൻഡ് ഫോം ചെയ്ത് ഗ്ലാസ് ആവും. ഈ സാധനം നമുക്ക് ഒന്നെങ്കിൽ വോൾക്കാനോ ഇറപ്റ്റ് ആവണം, അല്ലെങ്കിൽ നമുക്ക് ലാബിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് പൊട്ടണം. മോഹൻജോദാരോയിലും ഈ പാകിസ്ഥാനിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത സ്ഥലത്തും
ഈ സ്കെലിറ്റലിൽ റേഡിയേഷനും വിട്രിഫൈഡ് ഗ്ലാസും ഉണ്ടായി നിൽക്കുകയാണ്. ഇതുപോലെ ലോകത്ത് ഒരേ സ്ഥലത്തെ നാച്ചുറലായിട്ട് ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്ന് നെവാഡയിൽ പ്രോജക്ട് മാൻഹാറ്റനിൽ ആദ്യമേ പൊട്ടിച്ച് നോക്കിയപ്പോൾ, 2 ഹിറോഷിമയിൽ പ്രോജക്ട് മാൻഹാറ്റൻ രണ്ടാമത് പൊട്ടിച്ചപ്പോൾ, 3-ാമത് ഇത് ലോകത്തുള്ളത് ഹിറോഷിമയിലും പിന്നെ പാകിസ്ഥാനിലെ അവിടെ ആ സ്ഥലം, ആ ഹിറോഷിമയല്ല മോഹൻജാദോരോയുടെ ആ സ്ഥലത്താണ്. 3 സ്ഥലത്തെ ഇത് സംഭവിച്ചിട്ടുള്ളൂ. റേഡിയേഷനും ഗ്ലാസും ഉണ്ടായിട്ടുള്ളൂ നാച്ചുറലി. ആ 3 സ്ഥലത്തും ന്യൂക്ലിയർ ബോംബ് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. വെരി കോയിൻസിഡൻസ്. ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞ 10 മിനിറ്റ് പറഞ്ഞ 25 പോയിന്റ് പ്യുവർലി കോയിൻസിഡൻസ്, വെറും കോയിൻസിഡൻസ്. മച്ചാൻ വെറുതെ ഇരുന്ന് ഇമാജിൻ ചെയ്തതാ. അങ്ങനെ ഇമാജിൻ ചെയ്യാൻ ഇതിനെ അറിവ് വേണ്ടത്. നിങ്ങളിപ്പോ ഈ ന്യൂക്ലിയർ ബോംബിനെ പറ്റി അറിഞ്ഞിട്ട് ഇതിനെ പറ്റി ഒരു കഥ എഴുതിയ പോലും ഇത്ര ഇൻഫർമേഷൻ അതിൽ വരത്തില്ല. സത്യം. അപ്പത്തേക്കും ഈ വിമാനാസ് ഉപയോഗിച്ച് തന്നെ അസ്ത്രം വിടുന്ന കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിമാനാസ് ഉപയോഗിച്ചിട്ട് ഒരു ബുക്കുണ്ട്, സമാരംഗാന സൂത്രധാര എന്ന് പറയുന്നത്. ആ ബുക്കിനകത്ത് മെർക്കുറിയെ പറ്റി പറയുന്നുണ്ട്. മെർക്കുറി നമ്മള് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു വെസലിനകത്തിട്ട് കറക്കിയിട്ട് ആ വെസലിൽ നമ്മള് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കറക്കുന്നതിന്റെ നടുക്കുന്നതുള്ളത് കോപ്പറും വേറെ കുറച്ച് സാധനങ്ങളാണ്. ഏതാ നമ്മള് സിങ്ക് കോപ്പർ ബാറ്ററി ഇല്ലേ, അതിനകത്ത് അതേ കമ്പോണന്റ് ഇട്ട് കറക്കിയിട്ട് നമ്മൾ അതിനകത്തൂടെ കറണ്ട് മെർക്കുറിയിലോട്ട് പാസ് ആവുമ്പോൾ ആ എന്തിലാണോ ഇട്ട് കറക്കുന്നത് അതിന് ഗ്രാവിറ്റി ഇല്ലാതെ പൊങ്ങും എന്നാണ് പറയുന്നത്. അതാണ് വിമാനശാസ്ത്രത്തിലുള്ളത്. നമ്മളുടെ പുഷ്പക വിമാനം വിരിഞ്ഞ് പുഷ്പങ്ങളെ പോലെ ഇരുന്നിട്ട് ഈ വിമാനം കറങ്ങുന്നതായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ ഡിസ്ക് പോലെ ഇരുന്ന് കറങ്ങുന്നത് വേറെ നമ്മൾ എവിടേക്കോ കണ്ടിട്ടുണ്ട്. ഫ്ലൈയിങ് സോസർന്നോ നോർത്ത് പോളിൽ നിന്ന് വരുന്ന സോസർന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാരണം ദേ ആർ ഓൾ യൂസിങ് ദിസ് ആന്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കറങ്ങിക്കൊണ്ടിരുന്ന് ഗ്രാവിറ്റി ഡിഫൈ ചെയ്ത് പൊങ്ങുന്ന ഒരു സാധനമാണ്. എന്നിട്ട് ആ കറക്കത്തിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂട്ടിയും കുറച്ചും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഹെലികോപ്റ്റർ കറങ്ങുമ്പോൾ ഹെലികോപ്റ്റർ ചെയ്യുന്നത് ആകെ സംഭവിക്കുന്ന ഹെലികോപ്റ്റർ മുകളിലത്തെ ഫാൻ ഇട്ട് കറക്കി പൊക്കി അടിച്ചു പോകാം. നോ, ഇറ്റ് ഇസ് സംതിങ് സ്പിന്നിങ് ആൻഡ് ഡിഫൈങ് ഗ്രാവിറ്റി. ആൻഡ് ഹെലികോപ്റ്റേഴ്സ് ആർ ലിറ്ററലി ഫ്ലോട്ടിങ് ഇൻ ദ സ്കൈ ഗൈസ്. അതും റൊട്ടേഷൻ കൂടി ഇലക്ട്രിസിറ്റി വെച്ചാണ് അറ്റൈൻ ചെയ്യുന്നത്. അത്രയും പോലും പ്രശ്നങ്ങൾ വരാതെ റൊട്ടേഷനും ഇലക്ട്രിസിറ്റി വെച്ച് പൊക്കുന്നത് 7,000 8,000 ഇയേഴ്സ് അഗോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ നോട്ട് എ കോയിൻസിഡൻസ്, ദേ ആർ ദ ട്രൂത്ത് ദാറ്റ് ഹാസ് ബീൻ ഹിഡൻ ഫ്രം us. എനിക്ക് ഇതൊക്കെ വീണ്ടും കോംപ്രിഹെൻഡ് ചെയ്യാം. പക്ഷെ എനിക്ക് മൈൻഡ് ബ്ലോൺ ആയി പോയത് അവരുടെ ഫ്ലൈറ്റ് റൂട്ട് മാപ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഫ്ലൈറ്റ് റൂട്ട് മാപ്സിനകത്ത് നമ്മുടെ അടുത്തുള്ള 7 സെലസ്റ്റിയൽ ഇതുണ്ടല്ലോ, 7-9 ഇതുണ്ടല്ലോ, അത് വെച്ച് മാപ്പ് ചെയ്യും. അതുകൊണ്ട് ഏതൊക്കെ സൈഡിൽ പോയാൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് കൂടുതൽ വരും, എവിടെയൊക്കെ പോയാൽ കുറവ് വരും, അത് വെച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു മാപ്പ് ഉണ്ട്. ബ്രോ, ദേ ബീൻ ഡിഫൈങ് ഗ്രാവിറ്റി ടു മച്ച്. അത് ആന്റി ഗ്രാവിറ്റി വെപ്പൺസ് ആണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ പ്ലെയിനിൽ പോകുമ്പോൾ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്റ്റാറുകളാണ്. കോൺസ്റ്റലേഷൻ വെച്ച് അവര് കണക്ക് കൂട്ടി ഇത്ര സമയം കഴിയുമ്പോൾ അവർ പറയും അവിടെ ഭാരതത്തിലെത്താൻ നമുക്ക് 40 മിനിറ്റ് ഉണ്ട്, അവിടെ സൂര്യോദയവും ചന്ദ്രോദയവും കാണാൻ പറ്റും, രാഹു ഇവിടെയാണ്, അപ്പൊ 40 മിനിറ്റ്. ഐ മീൻ എനിക്കിത് വായിച്ച ലിറ്ററലി എനിക്ക് രോമാഞ്ചം. ഐ മീൻ ആന്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന കാര്യം, മെർക്കുറി എന്ന് പറയുന്ന കാര്യം ഈ മഹാഭാരതത്തിൽ മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ സമരംഗാന സൂത്രധാരയിൽ മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റോങ്. ഇത് എവിടേക്കാ വേറെ പറഞ്ഞിട്ടുള്ളത് അറിയാമോ? ചെറിയ കുറച്ച് സ്ഥലങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഏഷ്യയിലെ അനദർ അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പഴമയുള്ള 2 സിവിലൈസേഷൻസ് ആയിരുന്നു മെസപ്പൊട്ടേമിയ, ഈജിപ്റ്റ്. ഈജിപ്തിലും പറയുന്നുണ്ട് മെർക്കുറി ഉപയോഗിച്ചായിരുന്നു അവരുടെ സൺ ഗോഡ് റാ പറന്നു വന്നതെന്ന്. എന്ന് പറഞ്ഞാൽ ദ ലിക്വിഡ് മെറ്റൽ. ഒന്നും വേണ്ടേ, പിരമിഡ്സിന്റെ ബേസിനകത്ത് ഇപ്പോഴും മെർക്കുറി ആണല്ലോ. അതെ, ലിക്വിഡ് മെറ്റൽ ഉപയോഗിച്ചാണ് സൺ ഗോഡ് റാ വന്നത് ഈജിപ്തിൽ നിന്ന്. മെസപ്പൊട്ടേമിയൻ ഗോഡായ അനുനാക്കികൾ എങ്ങനെയാ വന്നത്? അവര് വന്നത് ലിക്വിഡ് മെറ്റൽ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന വെള്ളം പോലെ ഇരിക്കുന്ന, എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും, പക്ഷെ അത് കണ്ണാടി പോലെ വർക്ക് ചെയ്യും. ലിറ്ററലി അതിലും വലിയൊരു മെർക്കുറിയുടെ ഡിസ്ക്രിപ്ഷൻ ഒരു 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 മെർക്കുറി കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഇതിലും നല്ലോണം അത് എഴുതാൻ പറ്റത്തില്ല. വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മെർക്കുറി ഈസ് വൺ ഓഫ് ആൻ എലമെന്റ്, ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ. ഉറപ്പായിട്ടും നമുക്ക് മെർക്കുറിയെ പറ്റിയും റെഡ് മെർക്കുറിയെ പറ്റിയും ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണം. അത് നമ്മളെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും. കാരണം മെർക്കുറി നമുക്ക്
ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. മെർക്കുറിയെ പറ്റി പലതും അറിയത്തില്ല. മെർക്കുറി ഈസ് ദ മോസ്റ്റ് വണ്ടറസ് മെറ്റൽ ദാറ്റ് വി ഹാവ്. ഇറ്റ് ഈസ് എ മെറ്റൽ ആൻഡ് ലിക്വിഡ് അറ്റ് ദ സെയിം ടൈം. ആൻഡ് അതിനകത്ത് ഓരോ തവണ സ്പിൻ ചെയ്യുമ്പോൾ അതിനൊരു ആന്റി ഗ്രാവിറ്റി വരുന്നു, അതിനകത്ത് ഇലക്ട്രിസിറ്റി വരുമ്പോൾ അത് തന്നെ സ്പിൻ ചെയ്യുന്നു, അല്ലെ സ്പിൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കറണ്ട് ഉത്പാദിക്കുന്നു. ഭയങ്കര വട്ട് സാധനമാണ്. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഇതുപോലെ തന്നെ ഈജിപ്റ്റ് കഴിഞ്ഞിട്ട് സൗത്ത് അമേരിക്കയിൽ മായൻ സിവിലൈസേഷനും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യുന്ന വെള്ളം ഉപയോഗിച്ച് കുക്കുക്കാൻ എന്ന് പറയുന്ന ദൈവം, പറന്നു പോകുന്ന ദൈവം, കുക്കുക്കാന്റെ പറക്കാൻ ഉപയോഗിക്കുന്ന ശക്തി വെള്ളമാണ് ഈ ലിക്വിഡ് മെർക്കുറി. ബ്രോ ഇതിലൊക്കെ കൂടുതൽ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഭാരത്, വി ആർ ടോക്കിംഗ് അബൌട്ട് ഭാരത്, വി ആർ ടോക്കിംഗ് അബൌട്ട് ഈജിപ്റ്റ്, വി ആർ ടോക്കിംഗ് അബൌട്ട് മെസപ്പൊട്ടേമിയ, ആൻഡ് വി ആർ ഓൾ ടോക്കിംഗ് അബൌട്ട് ഓൾ ദ വേ ഫ്രം സൗത്ത് അമേരിക്ക. All of them talking about flying gods. ഭാരതത്തിലെ മഹാഭാരതം പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്ദ്രദേവൻ എന്ന് പറയുന്ന പോലെ അവിടുത്തെ മായൻ സിവിലൈസേഷനിലെ ആളാണ് കുക്കുക്കാൻ. കുക്കുക്കാൻ പറക്കുന്നത് ഈ സാധനം എടുത്ത് ഒഴിച്ചിട്ട് പറന്നു പോവാന്നാ പറയുന്നത്, അവരുടെ ഗോഡ്, ദ ഫ്ലൈങ് ഗോഡ്. നമ്മൾ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവന്മാരത് മാസ്റ്റർ ചെയ്തു. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ബിലീവർ ആയിട്ട് ഒരാളുണ്ടായിരുന്നു, ഡോക്ടർ ഓപ്പൻഹൈമർ. ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കയുടെ ഡോക്ടർ ഓപ്പൻഹൈമർ. ഓപ്പൻഹൈമർ ഈസ് ദ ഫാദർ ഓഫ് മാൻഹാട്ടൻ എക്സ്പെരിമെന്റ്. ചെയർമാനാണ്, ഡയറക്ടർ ആയിരുന്നു. മാൻഹാട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കിയ പ്രോജക്റ്റ് ആണ് പ്രോജക്ട് മാൻഹാട്ടൻ. ആ മാൻഹാട്ടനിലെ പ്രോജക്റ്റിന്റെ ചെയർമാൻ ആയിരുന്നു ഓപ്പൻഹൈമർ. And his reference book was and he was the biggest fan in the western world of Mahabharata. മഹാഭാരത കൊണ്ടായിരുന്നു പുള്ളി ഓഫീസിൽ വരുന്നത്, മഹാഭാരതയും ഗീതയും. അപ്പോ പുള്ളിയോട് ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ് ഇട്ട് പൊട്ടിച്ചിട്ട് പുള്ളിയോട് ചോദിച്ചു, ഹൗ ഡു യു ഫീൽ ഇൻവെന്റിംഗ് ദ ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ്? അപ്പം ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ് എന്ന് പുള്ളി റിപ്പോർട്ടർ ചോദിച്ചു. ആൻഡ് പുള്ളിയുടെ വാക്ക് ഇപ്പോഴും യൂട്യൂബിലുണ്ട്. യൂട്യൂബിലുള്ള ആ വാക്ക് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യെസ് ഇൻഡീഡ് ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ് ഇൻ മോഡേൺ ഡേയ്സ്. യെസ്, മോഡേൺ ഡേയ്സിലെ ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബാണിത്. മോഡേൺ ഡേയ്സിലെ ആണ് ഞാൻ പൊട്ടിച്ചത്, അതിന് മുന്നേ ഉണ്ട്. എന്നിട്ട് ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചിട്ട് പുള്ളി ആദ്യത്തെ പ്രസ് മീറ്റിംഗ് തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കൃഷ്ണൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് പൊട്ടിച്ചതിന് ശേഷം കൃഷ്ണൻ ഒരു വാക്ക് പറയും, നൗ ഐ ഹാവ് ബിക്കം ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് വേൾഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിക്കം ഡെത്ത്, മരണമാണ്. ഡിസ്ട്രോയർ ഓഫ് വേൾഡ്, ഭൂമികൾ തന്നെ നശിപ്പിക്കാൻ പവറുള്ളത്. ഡോക്ടർ ഓപ്പൻഹൈമർ, വെസ്റ്റേൺ ചെയർമാൻ ഓഫ് മാൻഹാട്ടൻ പ്രോജക്ട്, ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ട് പ്രസിന്റെ മുന്നിൽ വന്ന് ഹലോ ഗുഡ് മോർണിംഗ് എന്നല്ല പറഞ്ഞത്, നൗ ഐ ഹാവ് ബിക്കം ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് വേൾഡ്. കൃഷ്ണൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചതിന് ശേഷമുള്ള അതേ വാക്കുകൾ നിങ്ങൾക്ക് ഇത് യൂട്യൂബിൽ നോക്കാം, യൂട്യൂബിൽ നോക്കി വിശ്വസിക്കും. വേറെ സംഭവമുണ്ട്, ഈ ഒബ്സഷൻ അബൌട്ട് ഹിന്ദു മിത്തോളജിയും ഫിസിക്സും ഓപ്പൻഹൈമറിനെ ഭയങ്കരമായിട്ട് കുലുക്കിയത് എങ്ങനെയാണ്, അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി ഒറ്റ സംഭവം മതി. ഹി ലേൺഡ് സാൻസ്ക്രിറ്റ് ടു റീഡ് ഗീത. ഓപ്പൻഹൈമർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല വായിച്ചത്, ഒറിജിനൽ സംസ്കൃതം വായിച്ചത്. ആൻഡ് ഞാൻ സംസ്കൃതം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. ഐ വിൽ ബി ലേണിംഗ് സംസ്കൃതം. വേറൊന്നും അല്ല, അത് മറ്റേ ഡീപ് മിത്തോളജി, ഭാഷ അല്ലെങ്കിൽ മതം, അതൊന്നുമല്ല. ടു ഡിസൈഫർ ഓൾ ദീസ് തിങ്സ്. എനിക്ക് ഇനിയും ഞാൻ ഈ പഠിച്ച എഞ്ചിനീയറിംഗ് ബുക്കൊക്കെ ഞാൻ ഇവൻ വായിച്ച് എനിക്ക് ഇവൻ കാണിച്ചു തന്ന ആ വിമാനശാസ്ത്രത്തിൽ വെച്ച് ഒരു പേജിന്റെ അത്രയും പോലും ഞാൻ 4 വർഷം പഠിച്ച എഞ്ചിനീയറിംഗ് ബുക്കുകളില്ല, ഡെപ്ത് ഇല്ല, ഒന്നുമില്ല. ആൻഡ് ഇവൻ വായിക്കുന്നത് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിൽ ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്ന ഏറ്റവും നല്ല രീതിയിലാണ്. ബട്ട് അത് കാവ്യാത്മികമായി എന്താണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം ആ ഭാഷയിൽ, ഒരു ഭാഷയിൽ ഒരു സെന്റൻസിൽ നമുക്ക് ഇംഗ്ലീഷിൽ അർത്ഥം മാത്രമേ ഉള്ളൂ, സംസ്കൃതത്തിൽ അർത്ഥം മാത്രമല്ല, അർത്ഥം, സമയം, അത് പറയുന്നതിന് ഒരു ഇമോഷൻ. ഇപ്പോൾ 3 വാക്കുകളുണ്ട്. ഞാൻ അവിടെ പോകുന്നു എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ അതേ വാക്കുകൾ പറഞ്ഞിട്ട് പോകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നടുക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിൽ അങ്ങനെയും ഉപയോഗിച്ചാൽ സെയിം അർത്ഥമാണ്. പക്ഷേ അതിന് വേറെ ഡിഫറെന്റ് ഡയമെൻഷൻ ഓഫ് മീനിങ് ആണ്. മനസ്സിലായോ? കാരണം അപ്പൊ നമ്മൾ എല്ലാം ഒരു ലീനിയർ, നമ്മൾക്കറിയാവുന്ന ഭാഷയുടെ ലീനിയാരിറ്റി വെച്ചാണ് നമ്മൾ ഡിസൈഫർ ചെയ്തേക്കുന്നത്. കോംപ്ലക്സ് ലാംഗ്വേജ്, അതെ, ഇമോഷൻസ് വരുന്ന ലാംഗ്വേജ് ആണ്. ആണുങ്ങളും പെണ്ണുങ്ങളും വാക്കിലുള്ള ലാംഗ്വേജ് ആണ്. എന്ന് പറഞ്ഞാല് എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടിനൊരു ജെൻഡർ ഉണ്ട്.
സംസ്കൃതത്തിൽ. ഞാൻ വേറൊരു അത് ജർമ്മനിയിലെ ഭാഷയിലും ഉണ്ട്. ഞാൻ സംസ്കൃതവും ജർമ്മനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് കേട്ടിട്ടുണ്ട്. ഐ മീൻ ജർമ്മനി ഇസ് ഡെറൈവ്ഡ് ഫ്രം സംസ്കൃതം. ജർമ്മനി നമ്മളുടെ പല സേജസ് പോയി ചെന്ന് പെട്ടത് ജർമ്മനിയിലെ ഒരു സ്ഥലത്താണ്. 7 സേജസ് പോയില്ലേ, അതിലൊന്ന് പോയത് ജർമ്മനിയിലാണ്. ജർമ്മൻകാര് പഠിച്ചതും വളർന്നതും എല്ലാം സംസ്കൃതത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ഭാഷയാണ് ജർമ്മൻ. ഞാൻ ആദ്യമായിട്ട് ജർമ്മൻ പഠിക്കാൻ എന്നെ 10ാം ക്ലാസ്സിലോ +1 കൊണ്ട് ചേർത്തപ്പോൾ അവിടുത്തെ സാർ എന്നോട് ചോദിക്കുന്ന ഓർമ്മയുണ്ട്, സംസ്കൃതം പഠിക്കുന്നവർ ആരൊക്കെയുണ്ട്? പഠിച്ചിട്ടുള്ളവര് A ക്ലാസ്സിലോട്ട് പോകും, പഠിച്ചിട്ടില്ലാത്തവര് B ക്ലാസ്സിലോട്ട് പോകും. കാരണം അവർക്ക് പ്രിലിമിനറി വേണ്ട. നമ്മള് തള്ളുവെന്ന് വിചാരിക്കുന്നവരുടെ സ്വസ്തിക എന്തോന്ന് ജസ്റ്റ് അതെ, സ്വസ്തിക എന്താണ് പറയുക ഗായ്സ്? ജർമ്മൻ നാസിയുടെ ഏറ്റവും വലിയ സിമ്പിൾ ആണ് സ്വസ്തിക, നാസി സിമ്പിൾ. സദാ വെങ്കിടേശ സ്മരാമി സ്മരാമി യഥാ വെങ്കിടേശ സ്മരാമി സ്മരാമി എന്ന് പറയുന്ന നമ്മളുടെ വെങ്കിടേശ സ്വാമിയുടെ സിമ്പിൾ എന്താണ്? സ്വസ്തിക. അത് അവര് പറയുന്ന സ്വസ്തിക കോപ്പി അടിച്ച് നമ്മളാണ്. സ്വസ്തിക നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതാണ്. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മള് എന്താ പറയുന്നത്, let's get into the deep shit. Yes, let's get into the deep shit. Guys, വേറൊരു കാര്യം കൂടെ, we are looking for നല്ല അത്യാവശ്യം വിവരമൊക്കെയുള്ള ഹോസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ സിറ്റ് ഇൻ ബിറ്റ്വീൻ us during the podcast. ഞങ്ങൾ നല്ല എന്താ പറയണത്, നിങ്ങൾക്ക് ഇഫ് യു ജെനുവിൻലി തിങ്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ, ഈ ഓഡിയൻസിന്റെ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഹിറ്റസ് ഇൻസ്റ്റാഗ്രാം, മെയിലോ എന്തായാലും കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ഞങ്ങൾ സംസാരിക്കുന്ന പോലത്തെ കാര്യങ്ങളെ പറ്റി അറിയാം, ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറിയാവുന്നവരെ അറിയാമെങ്കിൽ പ്ലീസ് കണക്ട്. ഞങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് വിടാൻ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ്. ആൻഡ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. വി ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ്. only thing that it should be coming from a legible source. ഒരു സോഴ്സ് വേണമെന്നേ ഉള്ളൂ. സോഴ്സ് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ കേൾക്കാനാണ് ഓഡിയൻസ് ഇരിക്കുന്നത്. അല്ലാതെ മെയിൻ സ്ട്രീം NCERT എന്ത് പറയുന്നു എന്നുള്ള വി ഡോണ്ട് കെയർ. 10 വർഷം പഠിച്ചു നിർത്തി. സ്കാം. NCERT is a scam guys. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമോ, രാജസ്ഥാനില് ഒരു സ്ഥലത്ത് റേഡിയോ ആക്റ്റീവ് കല്ലുകളും പാറകളും കണ്ടുപിടിച്ചു. ചുമ്മാ ഒരു റാൻഡം ആർക്കിയോളജിക്കൽ കോയിൻസിഡൻസ് ആണ്. റാൻഡം ആർക്കിയോളജിക്കൽ കോയിൻസിഡൻസ് നോക്കി അവസാനം നോക്കി പോയപ്പോൾ ഒരു 3 മൈൽ റേഡിയസിൽ, ഏകദേശം 5 കിലോമീറ്റർ റേഡിയസിൽ പാറകളും കല്ലുകളും മണ്ണുകളും റേഡിയേഷൻ ലെവൽസ് കാണിക്കുന്നു. ആൻഡ് അതിന്റെ ഉത്ഭവം നോക്കിയപ്പോൾ എപ്പി സെന്ററിൽ നിന്ന് റേഡിയേഷൻ കൂടുന്നു, ഇങ്ങോട്ട് കുറഞ്ഞു ഇവിടെ ഒന്ന് 0 ആവുന്നു, ഇവിടെ കൂടുന്നു, ഇങ്ങോട്ട് കുറഞ്ഞു. ആൻഡ് ക്ലിയർലി ഷോയിങ് നടുക്ക് എന്തോ സംഭവിച്ചു. ആൻഡ് റേഡിയേഷൻ ലെവലാൽ എക്സിസ്റ്റിംഗ് ബട്ട് കുറഞ്ഞു. അതെ, അതുപോലെ തന്നെ അവർ എപ്പി സെന്റർ നോക്കിയപ്പോൾ എപ്പി സെന്ററിന്റെ അവിടെ എല്ലാ മാന്റിലിന്റെ താഴെയും ഹീറ്റും റേഡിയേഷനും അൺപാരലൽ എമൗണ്ടിലാണ് വരുന്നത്. അങ്ങനെ അവർക്ക് ആ സ്ഥലം റെസ്ട്രിക്ട് ചെയ്യേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബ് വിടുന്ന പോലെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന പോലെ, ചെർണോബിലിൽ ചെയ്ത പോലെ നമ്മുടെ രാജസ്ഥാനിൽ അത് ചെയ്തു. പക്ഷെ നോബഡി നോസ് അബൌട്ട് ദാറ്റ്. ന്യൂസിൽ അത് വരത്തില്ല. ബ്രോ, വി ലിറ്ററലി ഫൗണ്ട്, ആർക്കിയോളജിസ്റ്റ് ഫൗണ്ട് എവിഡൻസ് ഓഫ് ന്യൂക്ലിയർ ബ്ലാസ്റ്റ്. അത് ബ്രഹ്മാസ്ത്രം വന്നാണ്, കൃഷ്ണൻ വിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സം ന്യൂക്ലിയർ ബ്ലാസ്റ്റ് ഹാപ്പൻ ദെയർ, അല്ലാതെ അവിടെ അത് സംഭവിക്കില്ല. പക്ഷേ അതെങ്ങനെയാണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അവസാനം അവിടുത്തെ ആളുകളുടെ അടുത്ത് ചോദിച്ച് ഇവിടെ ജീവിച്ചപ്പം അവിടെ ഒരു ലോക്കൽ സ്റ്റോറി ഉണ്ട്. എ ലോക്കൽ സ്റ്റോറി ഓഫ് ഗോഡ്സ് ഫൈറ്റിംഗ് ഇൻ ദ സ്കൈ. ആകാശത്ത് നിന്ന് ഞങ്ങളുടെ തമ്പുരാക്കന്മാർ ആകാശത്ത് നിന്ന് വിമാനങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്ത സ്ഥലമാണിത്, ഞങ്ങൾ ഇവിടം വിട്ട് പോയില്ല സാറേ. ഹോക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫോക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയർ എന്താണെന്ന് അറിഞ്ഞൂടാ, അവർക്ക് മിസൈൽ എന്താണെന്ന് അറിഞ്ഞൂടാ, അവർക്ക് ICBM എന്താണെന്ന് അറിയില്ല. പക്ഷെ ഈ സ്ഥലത്ത് നിന്ന് ഒഴിച്ചു വിടാൻ നോക്കിയ ട്രൈബുകൾ പറഞ്ഞു നമുക്ക് പോകാൻ പറ്റത്തില്ല, നമ്മളുടെ ദൈവങ്ങൾ ഇപ്പോഴും ഇതിന്റെ മുകളിലുണ്ട്, അവർ യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് നേടിത്തന്ന സ്ഥലമാണെന്നാ പറഞ്ഞേക്കുന്നത്. ബ്രോ, ഈ സ്റ്റോറീസ് ഒക്കെ ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് നോട്ട് ബിക്കമിങ് മെയിൻ സ്ട്രീം. ഞങ്ങളെ പോലെ ആളുകൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തരികയാണ്. ഇത് നമ്മുടെ ഭാരതത്തിൽ നടന്നതാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ എന്ത് ഗുണമാണെന്ന് അറിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചേക്കുന്നത് മാറാനാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിന്റെ കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ ഒരു കാലത്ത് ലോകത്തിന്റെ മൊത്തം പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. സ്പൈസ്, ടെക്നോളജി, ആർമി, ഇതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യം ഫ്ലഡ് വന്നോ ന്യൂക്ലിയർ ബോംബിട്ടോ ഏതോ ശക്തികൾ നശിപ്പിച്ചതിന് ശേഷം നമ്മൾ വന്നതിന് ശേഷം ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ഫോളോ ചെയ്യുന്നത്? അഹിംസ. ഞാൻ അഹിംസയുടെ ആളല്ല. പക്ഷെ ഞാൻ വേറൊരു രാജ്യത്ത് പോയാൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയാൽ നമ്മളെ വേറൊരാൾ കാണുന്നത് ഓക്കെ, അവരൊരു പാവം കുട്ടിയാണ്,
ബാപ്പുവിന്റെ പിള്ളേരാണ്, അവരൊരു അഹിംസാവാദിയാണ്, അവനെ കൊണ്ട് വലിയ ഇതൊന്നും ഇല്ല, അവന്റെ ഞാൻ ഒരു പാവമല്ല, ഞാൻ ഒരു അഹിംസാവാദിയല്ല, ഞാൻ ബാപ്പുവിന്റെ മോനുമല്ല. പക്ഷെ ലോകം മുഴുവൻ കാണുന്ന നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ മറ്റേ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന, നമ്മൾ അവിടെ പോയാൽ ഒരു മിനിറ്റിന് 5 താങ്ക് യു, മിനിറ്റിന് 10 സോറി പറയുന്ന ഒരു സ്ലേവ് റേസ് ആയിട്ടാണ് അവർ കാണുന്നത്. ഗൈസ്, അവര് കുരുത്തോല എടുത്ത് വള്ളിനിക്കറും പാമ്പിന്റെ തൊലി ഇട്ടുകൊണ്ട് നടന്ന സമയത്ത് നമ്മളെവിടെ ആകാശത്ത് മിസൈൽ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയമാണ്. അവരാണ് നമ്മളിപ്പോ ഇൻഫീരിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു അജണ്ട ഉണ്ട്, ഇതിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ ഞങ്ങളുടെ അജണ്ട ഇതാണ്. വി ആർ ട്രൈങ് ടു ബ്രിങ് ഔട്ട് ദ ട്രൂത്ത് ആൻഡ് മേക്ക് യു ഗൈസ് തിങ്ക്. എനിക്ക് വേറൊരു ഭയങ്കര ഒരു കോൺസ്പിറസി പോലെ തോന്നിയിട്ടുള്ളതാണ്, we have done numerous number of excavations underwater. We did. And especially ഇന്ത്യൻ ഓഷനിലാണ് എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ആർട്ടിഫാക്ട്സ് വെള്ളത്തിന്റെ അടിയിൽ പിടിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഓഷനിലെ പല ആർട്ടിഫാക്ട്സിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ണി തിങ്സ് എന്താ അറിയാമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ആർക്കിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഇൻ വാട്ടർ ഈസ് ഡൺ ഇൻ ഇന്ത്യ. ആൻഡ് യു നോ 88%, not 90, not 85% of them are stopped midway. തുടങ്ങി 25 ഒരു മാസം കഴിയുമ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് മോളിംഗ് ഓർഡർ വരും, നിർത്തുക. ലേറ്റസ്റ്റ് എക്സാമ്പിൾ കീഴടി. കീഴടിയിൽ എന്താ നടന്നത്? ഭയങ്കര വലിയ ഇത് സ്ക്രിപ്ചേഴ്സ്, കോയിൻസ്, വെപ്പൺസ്, ടൂൾസ് ആൻഡ് ഡേറ്റിംഗ് ബാക്ക് ടു 25,000, 18,000 എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യ പറയുന്നത്, ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് ഇല്ല, അത് 2000 വർഷമാണ്, 8000 വർഷമാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇത് സത്യമല്ലാതെ തെളിയിക്കാൻ വേണ്ടി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തമിഴ്നാടു അവിടുന്ന് സ്പെസിമെൻ എടുത്തോണ്ട് പോയി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ, ഞങ്ങളുടെ സ്ഥലമാണ് സ്റ്റാലിൻ, ഐ മീൻ ഐ റെസ്പെക്ട്, അങ്ങാരിച്ച് ഡൈസാണ്. ഞാൻ എപ്പോഴും പറയും, ആ സ്റ്റാലിൻ എടുത്തോണ്ട് പോയി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് യെസ് കൊടുത്ത് എടുത്തു കൊണ്ടുവന്ന സംഖ്യകളാണ് 20,000, 18,000 ഒക്കെ. പുള്ളി പറയാണ് സംഘം ലിറ്ററേച്ചറിൻ്റെതും പല മാനുസ്ക്രിപ്റ്റും വെളിവിട്ടിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. തമിഴ്നാടു എന്താ പറയുക, മാനുസ്ക്രിപ്റ്റ് ഡീകോഡിങ് ചലഞ്ച്, അവരുടെ തമിഴ്നാട് സർക്കാർ വിട്ടതാണ്. സർക്കാർ അതിന് ഡീകോഡ് ചെയ്ത് കൊടുക്കുന്നവർക്ക് 5 കോടി രൂപ സ്റ്റാലിൻ പാരിതോഷികമായിട്ട് കൊടുത്തേക്കുക. ആ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണെന്ന് പോലും നമുക്കറിയത്തില്ല. സംസ്കൃതം ഒക്കെ അതീത് ഡെവലപ്പ് ചെയ്താണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഐ മീൻ സംസ്കൃതം ഈസ് ലൈക്ക് വേദിക് 20,000, 15,000. രാമനും 14,000 വർഷങ്ങൾക്ക് മുന്നേ രാമന്റെ കഥ എഴുതിയപ്പോൾ സംസ്കൃതം ഉപയോഗിക്കുക. ഇമാജിൻ എ language older than that. Oh, that's deadly. Yeah, and that's deadly. And കീഴടിയിൽ എന്താ സംഭവിച്ചത്? അങ്ങനെ അവസാനം ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു, ഇനി നിങ്ങളിത് എസ്കവേറ്റ് ചെയ്യണ്ട, ഇപ്പൊ അത് ചെയ്യണ്ട, നമുക്കത് പ്രിസർവ് ചെയ്ത് വെക്കാം, കാരണം ഇറ്റ് വിൽ ഡിസ്ട്രപ്റ്റ് ദ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എല്ലാം തെറ്റാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അമ്പലങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ, ആണ് പണിഞ്ഞത്. അപ്പൊ ഓരോരുത്തർ അതല്ല ലോക്കൽ കിങ്ഡംസ് ആണ്, ഒരു കമന്റ് ഉണ്ടായിരുന്നു, ലോക്കൽ കിങ്ഡംസ് ആണ്, ഈ പരസ്പര അമ്പലങ്ങൾക്ക് ഒരു ബന്ധം പോലും ഇല്ല എന്നൊരു സാധനം. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ആ പടം ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും, കാരണം 7 മഹാശിവക്ഷേത്രങ്ങളാണ് അത് കൊടുത്തേക്കുന്നത്. ഒരു കോയിൻസിഡൻസും ഒരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ ഇത്രയും നാളെ നമ്മളെ ബ്രിട്ടീഷുകാർ പറഞ്ഞ് പഠിപ്പിച്ച അമ്പലങ്ങളുടെ പടങ്ങളാണ്. ആൻഡ് ദേ ആർ ഓൾ ഡൺ ഓൺ ദി സെയിം ലോഞ്ചിറ്റ്യൂഡ്, സെയിം ലോഞ്ചിറ്റ്യൂഡിൽ 7 എണ്ണം. നിങ്ങളിപ്പോ വിചാരിക്കും അപ്പൊ ഇച്ചിരി അങ്ങോട്ടായിരിക്കും. Precise to the point on the same longitude. And ആ ലോഞ്ചിറ്റ്യൂഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡ് വേർ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ട്രാവൽസ് ലോഞ്ചിറ്റ്യൂഡലി ടുവേർഡ്സ് എർത്ത്. അതുകൊണ്ടാണ് പറയുന്നത് ആ അമ്പലത്തിന് സന്ദർശിക്കാൻ ഒരു വഴിയുണ്ട്. ആദ്യമേ ഇത്, രണ്ടാമത് ഇത്, മൂന്നാമത് ഇത്. കാരണം എന്താ? ഇറ്റ്സ് എനർജി ഈസ് ഫ്ലോയിങ് ദിസ് വേൾഡ് അപ്വേർഡ്. നമ്മൾ ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും നമ്മളുടെ ഓരോ ചാക്രാസ് തുറക്കും. And at the 7th temple you will open the lotus on your head. 7ാമത്തെ ചാക്ര, നറുട്ടോ. അപ്പൊ അതൊക്കെയാണ് നടക്കുന്നത്. അപ്പോ നമുക്ക് എന്താ പറയുന്നത്, നമ്മള് ഈ കാര്യങ്ങളൊന്നും ഫേക്കാണ്, അവർക്ക് അത്രയും ടെക്നോളജി വരില്ല എന്നൊന്നും വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ 150 വർഷത്തിനിടയിൽ കുതിരവണ്ടി ഓടിച്ചോണ്ട് നടന്ന നമ്മള് ചന്ദ്രനിൽ വരെ എത്തിയിട്ടുണ്ട്. മാർസിൽ വരെ ക്യൂരിയോസിറ്റി ഇറക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഐ മീൻ അത് വിട്ടോ, കുതിരവണ്ടിയിൽ നമ്മൾ ബുഗാട്ടി വരെ എത്തിയിട്ടുണ്ട്. എത്തിയില്ലേ? വെറും 150 വർഷം കൊണ്ട്. ഇമാജിൻ വാട്ട് ദേ ബീൻ ഡൂയിങ് ഫോർ ദ ലാസ്റ്റ് 1.5 കോടി അല്ലെങ്കിൽ 14 കോടി വർഷം. civilization should be ബ്രോ 10,000-10,000 കോടി അല്ലെങ്കിൽ 1000 കോടി അല്ലെങ്കിൽ 1 കോടി പോട്ടെ, 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം
പോട്ടെ 5 ലക്ഷം, എന്തെങ്കിലും ലക്ഷങ്ങൾ 10,000-കണക്കിന് വർഷങ്ങൾ ജീവിച്ച ആ സിവിലൈസേഷൻ എവിടം വരെ എത്തിക്കാണുമെന്നൊന്ന് വിചാരിച്ചു നോക്കുക. ആൻഡ് നമ്മൾ 150 വർഷം കൊണ്ട് ഇത്ര എത്തിയുള്ളൂ. അതെപ്പോഴാ 150 വർഷം കൊണ്ട് തുടങ്ങാൻ കാരണം ഹിറ്റ്ലറും അതിന് മുമ്പുള്ള ആളുകളും ആർക്കിയോളജിയും ഹിസ്റ്റോറിക്കൽ ഇതുപോലുള്ള രാമായണവും വേദാന്തങ്ങളും പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് കുതിരവണ്ടിയിൽ നിന്ന് ഒരു രക്ഷ വന്നത്. അത് മറ്റേ ഹിറ്റ്ലറിന്റെ ആദ്യമായിട്ട് ജർമ്മനി ജെറ്റ് ഫൈറ്റർ ഉണ്ടാക്കിയ ഒരു ബിഹൈൻഡ് സ്റ്റോറി ഉണ്ടല്ലോ. ഹിറ്റ്ലറുടെ മിഷർ സ്മിത്ത് എന്ന് പറയുന്ന നെക്സ്റ്റ് ജനറേഷൻ ഫൈറ്റർ വന്നത് ഹിറ്റ്ലർ ടിബറ്റിൽ നിന്ന് വിമാനശാസ്ത്രയിലെ ഒരു ചാപ്റ്റർ, ഒരു ബുക്ക് എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ എവിടെ ഇരിക്കുന്ന ബുക്കിലെ ആ ബുക്കിന്റെ ഒരു ചാപ്റ്റർ എടുത്തുകൊണ്ട് പോയി 4 വർഷത്തിന് ശേഷം പണിഞ്ഞു വിട്ട സാധനമാണ് ദ സ്മിത്ത് 919 161 അങ്ങനെ എന്തോ ഒരു പ്ലെയിൻ. അപ്പോൾ അതൊക്കെ അവർക്ക് ഉപയോഗിക്കാം. ഹിറ്റ്ലറിനും USA-ക്കും ഇംഗ്ലണ്ടിനും ബ്രിട്ടീഷുകാർക്കും എല്ലാം സൂര്യസിദ്ധാന്തയും വിമാനശാസ്ത്രം എല്ലാം ഉപയോഗിക്കാം. ഇന്ത്യക്കാർക്ക് അതൊന്നും പറ്റത്തില്ല. ഇന്ത്യക്കാർക്ക് കള്ളക്കഥകളാണ്. സോ നമുക്ക് ലെറ്റ്സ് ഷോ സം എവിഡൻസ് റിഗാർഡിങ് അങ്ങനെ ഒരു ന്യൂക്ലിയർ ഡിസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം ജോഗ്രഫിക്കലി മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ എവിഡൻസ്, ഡെമോഗ്രഫിനെ കുറിച്ച് സംസാരിക്കാം. അതെ, ഞങ്ങള് കുറച്ച് എവിഡൻസ് ആയിട്ട് വന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഈ എവിഡൻസ് വന്നത് ഞാൻ പല റെഫറൻസുകൾ ഞാൻ ആദ്യമേ പറയാണ്, പലയിടത്ത് നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്. നീലേഷ് ഷോക്കിന്റെ സ്റ്റഡിയിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്, നീലേഷ് ഷോക്കിന്റെ പോഡ്കാസ്റ്റുകളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഐ എം ഗിവിങ് ദം ക്രെഡിറ്റ്, ഐ എം ട്രൈങ് ടു ബ്രിങ് ഔട്ട് ദ ട്രൂത്ത്. അപ്പോൾ ഒരു മഹാഭാരത യുദ്ധത്തിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കണക്കാണ് വരുന്നത്. ആ കണക്ക് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇത് പുള്ളി പറഞ്ഞ കണക്കാണ്, ഞാനത് എനിക്ക് പറഞ്ഞു തരികയാണ്. മഹാഭാരത യുദ്ധത്തിൽ ഏകദേശം 40 മില്യൺ ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. 40 മില്യൺ ആളുകളുടെ ഏരിയ ആണ് എഫക്ട് ചെയ്തത്. അതിനകത്ത് ആ ഏരിയയിലെ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. ആ ടോട്ടൽ പോപ്പുലേഷനകത്ത് ഏകദേശം പകുതി പേരെങ്കിലും വാറുമായിട്ട് അന്നത്തെ കാലത്ത് എൻഗേജ്ഡ് ആയി കാണും. 20 മില്യൺ പീപ്പിൾ എങ്കിലും അതിനകത്തായി കാണും. അതിനകത്ത് 20 മില്യൺ പീപ്പിളിനകത്ത് ഡയറക്ട്ലി ടു ദി ഇമ്മീഡിയറ്റ് ഒരു 10 മില്യൺ ആളുകൾ എഫക്ട് ആയത് നമുക്ക് കണക്ക് കൂട്ടാം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എ നമ്പർ, കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് ഒരു 10 മില്യൺ എടുക്കാം. പ്രപ്പോർഷൻസ് 10 മില്യണിനകത്ത് ആ ഏരിയയിൽ മഹാഭാരത യുദ്ധം നടന്ന എല്ലാ ഇതിലും കൂടെ 10 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 1 കോടി ആളുകൾ. 1 കോടി ആളുകളിൽ 5 മില്യൺ ആണുങ്ങൾ 5 മില്യൺ പെണ്ണുങ്ങൾ വന്നെടുക്കുന്നത് തെറ്റില്ലല്ലോ, ഒരു റഫ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ 5 മില്യൺ ആണുങ്ങളിനകത്ത് ഈ യുദ്ധത്തിന് വന്ന് ഈ 5 മില്യൺ ആളുകളിനകത്ത് യുദ്ധത്തിൽ പങ്കെടുത്ത് ഈ 5 മില്യൺ ആളുകളിനകത്തും പലരും നശിച്ചുപോയി. ഈ 18 ദിവസം കൊണ്ട് എല്ലാവരും നശിച്ചുപോയി. സ്വാഭാവികമായിട്ടും ആണുങ്ങൾ ചത്തു. അപ്പൊ ആണുങ്ങൾ ചത്തതിന് ശേഷം അപ്പൊ അവിടെ റേഷ്യോ വന്നു 5. ആ പെണ്ണുങ്ങളും വീട്ടിലുണ്ട്. അപ്പോൾ 5 പെണ്ണിന് 1 ആണേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കണക്ക് കൂട്ടി നോക്കിയപ്പോൾ മഹാഭാരതത്തിന്റെ കണക്കാണ്. അങ്ങനെ കണക്ക് കൂട്ടി വന്നപ്പോഴത്തേക്കും ഭൂമിയുടെ ആ ഒരു യുദ്ധം നടന്നു എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും 5:1 റേഷ്യോയിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ തിരക്കി പോയി. അപ്പത്തേക്കും നമുക്ക് കുറച്ച് സ്റ്റഡികളിലേക്ക് പോവാം. ഈ സ്റ്റഡികളിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത്, ഞാൻ സ്റ്റഡിയുടെ പേര് പറയാം, മോണിക്ക കാർമിൻ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ സയന്റിസ്റ്റ് ആണ്. ബയോളജിസ്റ്റ് അല്ല, സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരി DNA കാര്യങ്ങളും ക്രോമസോംസും ഒക്കെ പഠിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ഗ്രാഫ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കും. ആ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ വന്നിട്ട് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ഒരു പെട്ടെന്നൊരു ഡിപ്പ് കാണാൻ പറ്റും. ആ ഡിപ്പ് വന്നതെന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് Y ക്രോമസോംസ് ടു X ക്രോമസോംസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞാൽ Xഉം Yയും ആണ്, അല്ലെ? ആണിന്റെ ക്രോമസോം Xഉം Yയും ആണ്, പെണ്ണിന്റെ ക്രോമസോം 2X ആണ്. അപ്പോൾ മൊത്തത്തിൽ ഒരാണും ഒരു പെണ്ണും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു Yയും 3 Xഉം ആണ് ഉള്ളത്. പക്ഷെ മഹാഭാരത യുദ്ധത്തിന് ശേഷം നടക്കുമ്പോൾ 5 പെണ്ണുങ്ങൾക്ക് ഒരാണ്. അപ്പൊ ഏകദേശം 16:1 റേഷ്യോ 15:1 റേഷ്യോ വരുന്നുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് മോണിക്ക കാർമിൻ. മോണിക്ക കാർമിന്റെ മഹാഭാരതത്തിനെ പറ്റി പുള്ളിക്കാരിക്ക് ഒന്നും അറിയത്തില്ല, മഹാഭാരതത്തിന്റെ സയൻസിനെ പറ്റി അറിയത്തില്ല, ഇങ്ങനൊരു കഥയെ അറിയത്തില്ല. പുള്ളിക്കാരി കണ്ടുപിടിച്ച് നോബൽ പ്രൈസ് ഒന്നും കിട്ടിയില്ല, എങ്കിലും അതുപോലെ വന്ന വലിയൊരു കണ്ടുപിടുത്തമാണ് ഭൂമിയിൽ 10,000-നും 5,000-നും 1,000 years ago, 10,000 or 5,000 years ago ഇങ്ങനൊരു 16:1 റേഷ്യോ ക്രോമസോം അല്ലെങ്കിൽ
5 പെണ്ണുങ്ങൾക്ക് ഒരാണുങ്ങൾ വന്നു എന്നുള്ളൊരു തെളിവ് പുള്ളിക്കാരി കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കാരണം അത് കഴിഞ്ഞിട്ടുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ജനിച്ച് വന്ന കുട്ടികളിൽ നിന്നും DNA നോക്കിയിട്ട് ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ 100 പിള്ളേരെ നോക്കുമ്പോൾ ആ 100 പിള്ളേർക്കും ഭയങ്കരമായ ജനറ്റിക് ഐഡന്റിറ്റികൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി അവരുടെ പേരൻസ് വളരെ അടുത്തത്തിൽ റിലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. സ്ക്രീൻഷോട്ട് എടുക്കാം, അതൊന്ന് സേവ് കിട്ടും. അപ്പത്തേക്കും അങ്ങനെ ഒരു കണ്ടുപിടുത്തമാണ്. എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒരാണും 10 പെണ്ണുങ്ങളുമാണ് ഉള്ളതെന്ന് വെച്ചോ ഒരു വീട്ടില്. അവർക്കുണ്ടാകുന്ന പിള്ളേരുടെ ജനറ്റിക് DNA നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ട്രേസ് ഇറ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും 10,000 വർഷങ്ങൾക്ക് ഭയങ്കര ജനറ്റിക് വേരിയേഷനും പെട്ടെന്ന് ഒരു സമയത്ത് വന്നപ്പോൾ ജനറ്റിക് വേരിയേഷൻ കുറഞ്ഞു. 1/16 ആയിട്ട് അല്ലെങ്കിൽ 1/5 ആയിട്ട് കുറഞ്ഞ് എല്ലാവർക്കും ഒരേ പേരൻഷ്യൽ Y ക്രോമസോമിന്റെ സാധനം സെയിം ആയിട്ട് വന്നിട്ട് പോയി. അപ്പോൾ ഞാനൊരു ഗ്രാഫ് കാണിക്കാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ വേരിയേഷൻ വന്ന വർഷവും ഏറ്റവും കൂടുതൽ വേരിയേഷൻ വന്ന സ്ഥലവും 7500 വർഷങ്ങൾക്ക് മുന്നേ സെൻട്രൽ ഏഷ്യ ടു സദേൺ ഏഷ്യയിൽ ഈ 1:16 എന്ന് പറയുന്ന കണക്ക് വന്നിട്ടുണ്ടെന്ന് വർഷങ്ങൾക്ക് മുന്നേ മോണിക്ക കാർമിൻ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബിഫോർ we have started experimenting with Mahabharata കണക്ക്. Any doubt out of the blue, does it have any relation with Thailand? Yes, of course. ആ സാധനത്തില് തായ്ലൻഡിന്റെ ഈസ്റ്റേൺ സ്ഥലത്തിന്റെ പോപ്പുലേഷൻ ഡിപ്പിംഗ് ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് അയക്കുന്ന രാജ്യങ്ങളുടെ ഇത് ഞാൻ സൂം ചെയ്ത് കൊടുത്തേക്കാം. അവിടെ എല്ലാം പെണ്ണുങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുകയും ആണുങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. അങ്ങനെ ഇവര് നോക്കി ഈ സാധനം സത്യമാണ്, ജനറ്റിക്കൽ എവിഡൻസ് വെച്ചും നമുക്ക് സ്കെലിറ്റൻ വെച്ച് കണ്ടുപിടിച്ചു. നോബൽ പ്രൈസിന് പോയതാണെന്ന് തോന്നുന്നു, പക്ഷെ വേറെ പ്രൈസിന് കിട്ടി. അപ്പോൾ അത്രയും വലിയൊരു തെളിവ് വന്ന് ആ തെളിവിനെ വെച്ച് നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനല്ല, ഇന്ത്യൻ സയന്റിസ്റ്റും ബാക്കിയുള്ള സയന്റിസ്റ്റും അംഗീകരിച്ച് പോയപ്പോൾ ഇത് നമ്മുടെ ഒരു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളുടെ എണ്ണം കുറഞ്ഞു, കാരണം യുദ്ധം കഴിഞ്ഞിട്ട് ആണുങ്ങളുടെ എല്ലാം ചത്തുപോയി കഴിഞ്ഞ് കുറഞ്ഞു മഹാഭാരതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മഹാഭാരതത്തിൽ എഴുതി വെച്ചത് പക്ഷെ മോണിക്ക കാർമിൻ അറിയത്തില്ല. അങ്ങനെ നമ്മൾ ചെന്ന് നോക്കി ഇത് ഡേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് സംഭവിച്ചത് 10,000 years agoയും 5,000 years agoയിനും ഇടയിലാണ് ഇത് സംഭവിച്ചത്. ആൻഡ് ഡേറ്റിംഗ് ബാക്ക് മഹാഭാരത ഹാപ്പൻഡ് എക്സാക്ട്ലി 7,500 years ago. സ്വീറ്റ് സ്പോട്ട്. അതിനെ പറ്റിയുള്ള ഗ്രാഫുകളും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുക്കും. നിങ്ങളത് പഠിച്ചിരിക്കണം. കാരണം ഇതിന് അവർ പറയുന്നത് Y ക്രോമസോം ബോട്ടിൽ നെക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. Y ക്രോമസോമിന് ഭയങ്കരമായ ക്ഷാമം വന്നു 7,500 വർഷങ്ങൾക്ക് മുന്നേ. കാരണം എന്താ, 40,000 മില്യൺ ആണുങ്ങൾ കുതിരയും ആനയെല്ലാം ഇവിടെ കൊണ്ടുപോയി 18 ദിവസം കൊണ്ട് അടിച്ചങ്ങ് ചത്ത്. വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം അവിടെ ഉണ്ട്. സനാതന ധർമ്മത്തിൽ കൗരവന്മാരും പാണ്ഡവന്മാരും പാലിച്ചിരുന്ന ധർമ്മത്തിൽ പെണ്ണുങ്ങളെ കൊല്ലില്ല. Nobody will hurt a woman unless or a child. or a child. അതാണ് കൗരവന്മാരും പാണ്ഡവന്മാരും പാലിച്ചൊരു കാര്യം. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം, ഇതൊന്നും മിയർ കോയിൻസിഡൻസുകളല്ല, അവിടെ നടന്ന് എഴുതിയേക്കുന്നതിന്റെ തെളിവുകളാണ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇത്തിരി പ്രൂഫ്സ് ഒന്ന് ഈ ഒരു ഇതിന്റെ പ്രൂഫാണ് ഈ Y ക്രോമസോം ബോട്ടിൽ നെക്ക്. അത് നടന്നത് ഏറ്റവും കൂടുതൽ നടന്നത് സെൻട്രൽ ഏഷ്യ ആണ്. എന്നിട്ട് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് ആളുകൾ വന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ സൈഡിൽ നിന്ന് ആളുകൾ വന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നോക്കിയപ്പോഴത്തേക്കും ആ രാജ്യത്തും എല്ലാം ഈ ബോട്ടിൽ നെക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മൈൻഡിൽ ഈ തായ്ലൻഡ് ഹാസ് വെരി സ്ട്രോങ് ഈ സിവിലൈസേഷനായിട്ട് എന്തൊക്കെയോ സ്ട്രോങ് ഹോൾഡ് ഉറപ്പായിട്ടും തായ്ലൻഡ് ആയിട്ടുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മഹാഭാരതത്തിൽ ഈ ആദ്യമേ ഞാൻ പറഞ്ഞു 18 ബറ്റാലിയൻസ് ആർമീസ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അതിൽ നിന്ന് വന്ന ഒരു ആർമിയെ പറയുന്നത് നമുക്ക് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ, അത് കറക്റ്റ് സ്പെസിഫിക്കേഷൻ മഹാഭാരതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ മലനിരകൾ താണ്ടി ഒരു വലിയ മലയുടെ അപ്പുറം വലിയൊരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡ് നമ്മൾ ഇപ്പോൾ അതിന്റെ ദൂരവും കാര്യങ്ങളും എല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏത് ലാൻഡാണെന്ന് ഞാൻ പറയാം. ആ ലാൻഡിൽ നിന്ന് വന്ന ആർമിയുടെ രാജാവിന്റെ പേര് ഭഗദത്ത എന്ന് പറയുന്ന ഒരു ആർമിയുടെ രാജാവുമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഭഗദത്തൻ എവിടെ നിന്നാണ് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഈസ്റ്റിൽ നിന്നാണ്. മരുഭൂമിയുള്ള സൈഡിൽ നിന്ന് ഒരു വലിയൊരു പർവ്വത നിരകൾ വരും. പർവ്വത നിരകളുടെ അപ്പുറത്ത് ഒരു ലാൻഡ് ഉണ്ട്. അവിടെ നിന്നാണ് ഭഗദത്ത ആർമിയായിട്ട് വന്നത് നോക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ അന്വേഷിച്ചു പോയി ഭഗദത്ത എവിടുന്നാണ് വന്നത് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ വെസ്റ്റില് മരുഭൂമികളുടെ ഇടയിൽ മലയുടെ അപ്പുറം ഉള്ളൊരു ലാൻഡ്. അവിടെ ഭഗദത്ത എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ ഇപ്പോഴും ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ട്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ഇറാഖിന്റെ ക്യാപിറ്റലായ ബാഗ്ദാദ്. ബാഗ്ദാദ് എന്ന പേര് വന്നതിന് പല കോൺട്രവേഴ്സീസ് ഉണ്ട്. പലരും പല കഥകളാണ് പറയുന്നത്. വാട്ട് ദി ഏൻഷ്യന്റ് ഫോക്ലോർ ഓഫ് പേർഷ്യ സേസ് ഇസ് ഇറ്റ് വാസ് ദ നെയിം ഓഫ് a very old king who lived thousands, tens of thousands of years ago, who went for the great war in the Indus. അതേ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അവിടുന്ന് ഇൻഡസിൽ വരെ വന്ന ഭഗദത്ത എന്ന് പറയുന്ന ബാഗ്ദാദ്. ബ്രോ, കണക്ഷൻസ് ആർ ടു മച്ച്. യു ഹാവ് ടു ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഇതൊന്നും നമ്മൾ ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യത്തില്ല. ഭഗദത്തനും ബാഗ്ദാദിന്റെ കഥ. It cannot be a coincidence. Even the name coincidence ആയാലും how can it be the desert after the Salam, after the Iraq? കാരണം ഈ കോയിൻസിഡൻസുകളെല്ലാം കോയിൻസിഡൻസ് ആണെന്ന് പറയാൻ തന്നെ 8 ലെവൽ വരണം. ആ 8 ലെവലിൽ 8 എണ്ണവും കോയിൻസിഡൻസ് ആയിട്ടാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ എല്ലാം വന്നു. അതുപോലെ തന്നെ ഈ XY ക്രോമസോം അതിന്റെ ബോട്ടിലേക്ക് വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 92 ബയോളജിക്കൽ സയന്റിസ്റ്റുകൾ ഇത് അന്വേഷിക്കാൻ ഇറങ്ങി തിരിക്കുക. അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇതിന്റെ എപ്പിസെന്റർ ഏറ്റവും കൂടുതൽ ബോട്ടിലേക്ക് വന്നത് ഏത് രാജ്യത്താണെന്ന് അറിയാമോ? ഭാരതത്തിലാണ്. അവര് കണ്ടുപിടിച്ചു. കാരണം ജനറ്റിക്കൽ എവിഡൻസും സ്കെലിറ്റൻസും വെച്ച് അവര് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഇത് ഞങ്ങളുടെ കോൺസ്പിറസി അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ 92 ബയോളജിസ്റ്റുകൾ എഴുതി പ്രസിദ്ധീകരിച്ച പേപ്പറിലുള്ളതാണ്. ഡു യുവർ റിസർച്ച്. 10 മിനിറ്റ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനിയും നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും. രാമായണയിലേക്കും മഹാഭാരതത്തിലേക്കും നമ്മൾ പോകുന്നുണ്ട്. തെളിവുകൾ മാത്രം പറയുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആണ്. ഞാൻ അതുപോലെ ഒരു സ്റ്റോറി ഒരെണ്ണം നറേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മഹാബലിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാബലി എന്ന് പറയുന്ന ആള് എന്താ പറയുന്നത്, നമ്മളുടെ സൗത്ത് അമേരിക്ക ആയിട്ട് ചില കണക്ഷൻസ് ഉണ്ട്. മഹാബലിക്ക് സൗത്ത് അമേരിക്ക ഓണം റിലേറ്റഡ് മഹാബലിയെ എന്ന് പറയുന്നത് ദശാവതാരത്തിലുള്ള ഒരാള് വാമനൻ, കൃഷ്ണൻ വാമനനായിട്ട് വന്നിട്ട് മഹാബലി ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു രാജ്യം വാണിടുന്ന കാലത്ത് ബാക്കിയുള്ളവരെല്ലാം കൂടെ എൻവിയസ് ആയിട്ട് വാമനനോട് പോയിട്ട് വാമനൻ മഹാബലിയെ ഭ്രഷ്ട് ചെയ്ത് വിടുന്ന കഥയാണ് മഹാബലിയുടെ ഓണം സ്റ്റോറി. അപ്പത്തേക്കും വാമനൻ ഒരിക്കലും മഹാബലിയെ കൊല്ലുന്നില്ല, പക്ഷെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് വേറൊരു സ്ഥലത്തേക്ക്. ആ പറഞ്ഞു വിടുന്ന സ്ഥലത്തേക്ക് ലിറ്ററലി മീനിങ് അവിടെ പോയി ഹൗസ് അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ഞാനൊരു സ്ഥലം തരും, നീ അവിടെ പോയി നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക, അവിടുത്തെ ആളുകളെ വളർത്തുക, അവിടെ ജീവിക്കുക, അവിടെ രാജാവുക, ഇതെല്ലാം ചെയ്യുക, നീ ഇവിടുന്ന് വിട്ടു പോകണം ഞാൻ പറയുന്നവരെ. അതായിരുന്നു അവിടുത്തെ സാധനം. അപ്പോൾ പുള്ളി പോയ സ്ഥലത്തിന് ഒരു പേരുണ്ട്, സുതാലലോക. സുതാലലോക എന്ന് എങ്ങനെയാ പോയെന്ന് വെച്ചാൽ പുള്ളി മധ്യ ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിൽ വന്നിട്ട് അവിടുന്ന് ഈസ്റ്റിലേക്ക് പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈസ്റ്റിലേക്ക് പോകുന്ന വഴി പല സ്ഥലങ്ങളിലും കണ്ടു, പല ആളുകളെയും കണ്ടു. അവസാനം എത്തിയ സ്ഥലമാണ് സുതാലലോക. സുതാലലോക എങ്ങനെയാ പറയുന്നത് അറിയാമോ? ലഷ് ഗ്രീൻ ആൻഡ് പ്രോസ്പെറസ് ലാൻഡ്. അത് രാമായണത്തിൽ അല്ലെങ്കിൽ മഹാഭാരതത്തിൽ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറയുന്ന സാധനമാണ്. വളരെ ഗ്രീൻ ലാൻഡാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡാണ്, ഭയങ്കര കാടും നന്മയും പഴങ്ങളും നിറഞ്ഞ നാടാണ്, നമ്മളുടെ ഹെവനെ കാട്ടിയും നല്ല ലാൻഡാണ്. അപ്പത്തേക്കും ആ ലാൻഡാണ് സുതാലലോക എന്ന് പറയുന്ന ലാൻഡാണ് ഇന്തോനേഷ്യ എന്നാണ് ഇപ്പോഴത്തെ എല്ലാ സയന്റിസ്റ്റുകാരും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇന്തോനേഷ്യ എന്ന് പറയാൻ, ഒന്ന് ഇയാൾ പോയ വഴി നോക്കി പോകുമ്പോൾ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ഇന്നതുപോലെ ചെല്ലുമ്പം കുറെ ഐലൻഡ് കാണും, ആ ഐലൻഡിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സ്ഥലം കാണും, ഇതൊക്കെ പോയി നോക്കും. അപ്പോഴും ഇന്തോനേഷ്യയിലെ ഇപ്പോഴും വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്, അതിന് അവർ പേരിട്ടേക്കുന്നത് എന്താ അറിയാവോ? ബലി. ഉറപ്പായിട്ടും കൊരങ്ങനായിട്ട് പറയുന്നുണ്ട്, മഹാബലിയാണെന്ന് പറയുന്നുണ്ട്. അവിടെ ഉള്ള ലോക്കൽസ് പറയുന്നത് ഞങ്ങളുടെ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വന്ന ഗോഡാണ്, പറന്നു വന്ന ഗോഡാണ് പുള്ളി എന്നാ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു മഹാഭാരതത്തിൽ പറയുന്നുണ്ട്,
എന്താ പറയുന്നത്, ഈ സാധനം പറയുന്നത് ഏകദേശം 14,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്നിട്ട് ഈ ഇന്തോനേഷ്യയിൽ നിന്ന് പുള്ളിയെ പറഞ്ഞത് ഈ ബാൻ കൃഷ്ണൻ ലിഫ്റ്റ് ചെയ്തു. കുറേ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ പറഞ്ഞു, ഓക്കെ നീ ഇനി അവിടെ നിൽക്കേണ്ട, നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, യുവർ ഹൗസ് അറസ്റ്റ് ഈസ് ഓവർ. അപ്പോൾ ബാലി അവിടുന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വരാതെ, മഹാബലി തിരിച്ചു വരാതെ അവിടുന്ന് ഫർദർ വാട്ടറിൽ കൂടെ ട്രാവൽ ചെയ്ത് പാതാളയിലേക്ക് പോയെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ലൈക്ക് എനി എവിഡൻസ് ഇസ് the Indonesian aboriginal people talking about their leader coming from the sky and giving them civilization. Where is it written? Written in Bhagavad Gita. അങ്ങനെ മഹാബലിയുടെ കഥയാണിത്. അങ്ങനെ ഈ പുള്ളി പോയത് പാതാള എന്ന് പറയുന്ന ലോകത്തിലേക്ക് തിരിച്ചു പോവാം. പാതാള ഈസ് നൗ വൈഡ്ലി റിനൗൺഡ് ആസ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലാണ്, കാരണം സൗത്ത് അമേരിക്കയിലെ ഒരു ദൈവം വന്നിറങ്ങിയ സ്ഥലം എന്ന് ഇപ്പോഴും അവിടുത്തെ അബോർജിനൽ ആളുകൾ വിചാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് വന്നൊരു ദൈവമാണ് ഞങ്ങൾക്ക് സിവിലൈസേഷൻ തന്നു എന്ന് പറഞ്ഞ സെയിം സ്റ്റോറി. ആ സെയിം സ്റ്റോറിയിൽ വന്നിറങ്ങിയ സ്ഥലത്തിന് ആളുകൾ പറയുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ഞങ്ങളിപ്പോൾ സൗത്ത് അമേരിക്ക എന്നും സ്പാനിഷ് എന്നും ഒക്കെ നിങ്ങൾ പറയും. യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയുമോ? പിത്താള. പിത്താള എന്നാണ് അവർ ആ സ്ഥലത്തിന് പറയുന്നത്. ആൻഡ് ആഫ്രിക്കൻസ് യൂസ് ടു കോൾ സൗത്ത് അമേരിക്കൻസ് the word പൊത്തോളോ. പൊത്തോളോ എന്ന് പറയുന്ന വാക്കിലായിരുന്നു ആഫ്രിക്കൻ കോണ്ടിനെന്റ് സൗത്ത് അമേരിക്കനെ ചെയ്യുന്നത്. സൗത്ത് അമേരിക്കൻസിനെ തന്നെ വിളിക്കുന്നത് പിത്താള ലോകം എന്നായിരുന്നു. സെൻട്രൽ ഏഷ്യക്കാരും ഭാരതക്കാരും അവരെ വിളിക്കുന്നത് പതാള എന്നായിരുന്നു. പതാള, പിത്താള, പൊത്തോളോ, 3 names സെയിം പ്ലേസ്. ഇതൊക്കെയാണ് നമ്മൾ ഒരിക്കലും കേൾക്കാത്ത എവിഡൻസുകൾ. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കുമാണ് പാതാളയുടെ ഈ ബാലി വന്നു. എന്നിട്ട് പാതാളയിൽ ബാലി എന്തൊക്കെയാണ് ചെയ്തത്? സുത്താള, അത്താല, തലാതല, രസാതല എന്നൊക്കെ പറയുന്ന പല ആളുകളെ, ഫാക്ഷൻസിനെ ഉണ്ടാക്കി. ഓരോ ഫാക്ഷൻസിന് എന്താ പറയുക, ഫാമിംഗ് കൊടുത്തു. ഒരു ഫാക്ഷൻസിന് വെപ്പൺ കൊടുത്തു. ഒരു ഫാക്ഷന് എന്താ പറയുന്നത്, അഗ്രികൾച്ചറും ഫാമിങ്ങും വെപ്പണും പിന്നെ എന്താ പറയുന്നത് എഡ്യൂക്കേഷൻ കൊടുത്തു. വേറെ ആളുകളെ വേദാസ് പഠിപ്പിച്ചു. 4 എണ്ണമാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. 4 കുലങ്ങൾ നമ്മുടേതും ഉണ്ടായിരുന്നു. ഫാമിംഗ് ചെയ്യാൻ ഒരാള്, മെർച്ചന്റ്സിന് ഒരാള്, ക്ഷത്രിയാസ്, പിന്നെ ബ്രാഹ്മിൺസ്, ഇതുപോലെ 4 എണ്ണം. സുതാള, അത്താല, തലാതല, രസാതല. രസാതല എന്ന് പറഞ്ഞാൽ രസതന്ത്രം പഠിപ്പിച്ച ആളുകൾ. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ കെമിസ്ട്രി എന്നാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി രസാതല പഠിച്ചവര് ആരായിരുന്നു? ദേ വേർ ദ സയൻസ് ഗൈസ്. തലാതല പഠിച്ചവര് ക്ഷത്രിയാസ് ആയിരുന്നു, വാൾപയറ്റിന്റെ ആളുകളായിരുന്നു. അത്താല പഠിച്ചവര് മെർച്ചൻസ് ആയിരുന്നു. ആൻഡ് സുതാല പഠിച്ചവര് ഫാമിംഗ് ആയിരുന്നു. ഈവൻ ഇപ്പൊ അവിടെ ഇല്ല. ഞാനിത് ഒരു സ്ഥലത്തുനിന്ന് റെഫർ ചെയ്യുന്നതാണ്. ദളിത്, ശൂദ്രസ്, വൈശ്യാസ്, ക്ഷത്രിയാസ്, ബ്രാഹ്മിൺസ്. യെസ്. അപ്പോ ഇതിനകത്ത് ഗൂഗിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. വൈശ്യവാസ് ട്രേഡ്സ്മെൻസ്, ഫാർമേഴ്സ് ആൻഡ് മെർച്ചൻസ്. ശൂദ്രാസ് മാനുവൽ ലേബറേഴ്സ്. ദളിത്സ് സ്ട്രീറ്റ് ക്ലീനേഴ്സ് ആൻഡ് മാനുവൽ ടാസ്ക്. ക്ഷത്രിയാസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് വാരിയേഴ്സ്. ബ്രാഹ്മണാസ് പ്രീസ്ലി ആൻഡ് അക്കാഡമിക്സ്. ഇത് ഗൂഗിളിൽ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കണേ ബ്രോ. ഇതാണ് നമ്മളൊന്നും അറിയാതെ ഈ പടം എന്തായാലും വിട്ടേക്കാം, വേണ്ട. സോറി. അപ്പോ ഇതാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ആ ലാൻഡ് ഭയങ്കര പ്രോസ്പെറസ് ആയി, ഭയങ്കരമായിട്ട് സിവിലൈസേഷൻ വന്നു. അങ്ങനെയാണ് അവരുടെ സിവിലൈസേഷൻ പിത്താള ലോകത്തിൽ പറന്നു വന്ന ദൈവം. അവരതിനെ ഇപ്പൊ കുക്കുക്കാനെന്നും കാക്കുക്കാനെന്നൊക്കെ പറയുന്നുണ്ട്, ദ ഫ്ലൈയിങ് ഗോഡ്. അപ്പോ പുള്ളി വന്നിട്ട് കൊടുത്തതിനകത്ത് ഒരു ഫാസിനേറ്റിംഗ് എക്സാമ്പിൾ ആണ്. there inscriptions 400 varieties of potato. Oh shit. 400 varieties of potato ഉണ്ടായിരുന്നതിന്റെ സമയം എന്ന് വെച്ചാൽ they knew in which season, in which height, in which soil. ഓരോ മലയുടെ മുകളിൽ നടന്ന പൊട്ടറ്റോ ഇത്, മലയുടെ താഴെ നടന്ന പൊട്ടറ്റോ ഇത്. അങ്ങനെ ഇത്രയും അഗ്രികൾച്ചർ അറിവ് വരെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവരെ സിവിലൈസ് ചെയ്ത ആരാണ്? ഈസ്റ്റിൽ നിന്ന് പറന്നു വന്ന അവരുടെ കുക്കുക്കർ അല്ലെങ്കിൽ ദ ഫ്ലൈയിങ് ഗോഡ് ഹു ഗേവ് ദം സിവിലൈസേഷൻ. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പറയും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോടാ, നീ പറയുന്നതൊക്കെ വെറും കള്ളത്തരമല്ലേ എന്ന് പറയുമ്പോൾ ഞാനൊരു സാധനം കൊണ്ടിട്ട് തരാം. ഇത് കേട്ടിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ചെറുതായിട്ട് വൈൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോയി വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് അടുത്ത എപ്പിസോഡ് ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യും. അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യരുത് guys. ഈ എപ്പിസോഡ് മിസ് ചെയ്താലും അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യരുത്. ദാറ്റ് ഈസ് ടു മച്ച് ഇൻ ടു
ഇൻഫോസ് ആൻഡ് ഹിഡൻ സീക്രട്സ് ഓഫ് അവർ ഏൻഷ്യൻ ഭാരത്. ഓക്കെ, Yeah. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പിത്താള ലോകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സ്പാനിഷ് ലോകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഈ വന്ന് ഒരാള് കുകുക്കാൻ, അല്ലെങ്കിൽ ആള് വന്നു ഇത് കൊടുത്തു എന്ന് പറയുന്നില്ലേ, ആ കൊടുത്തു എന്ന് പറയുന്ന ആളുടെ അച്ഛനെ പറ്റി അല്ലെങ്കിൽ പൈതൃകത്തിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാലിയുടെ ഫാദർ ഫിഗർ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ ഫാദർ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന ഒരു ഫാദർ ഫിഗർ, ഇപ്പൊ നമുക്ക് നറൂട്ടോ ജിറായ എന്ന് പറയുന്ന പോലെ ബാലിയുടെ ആ ഫാദർ ഫിഗറിന്റെ പേരാണ് നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ വിരോചന. വിരോചന. സൗത്ത് അമേരിക്കയിൽ വന്ന ആ ഫ്ലൈയിങ് ഗോഡ്, സിവിലൈസേഷൻ ചെയ്യുന്ന ഗോഡിന്റെ അച്ഛന്റെ പേരെന്താ അറിയാമോ? വിരാക്കൊച്ച. വിരാക്കൊച്ചയും വിരോചനയും. ബ്രോ, ഇത് ഞാൻ ഉണ്ടാക്കിയല്ല, ജസ്റ്റ് ഡു യുവർ റിസർച്ച്. വിരോചന എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് വരും ബാലീസ് ഗ്രാൻഡ് ഫാദർ. ഒരു അക്ഷരം മാറ്റി വിരാക്കൊച്ച എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് വരും ദ സമ്മട്ട്, ദ ഗോഡ് ഹു കെയിം ടു സിവിലൈസ് സൗത്ത് അമേരിക്ക, പിത്താള. ആൻഡ് ദോസ് ടു ആർ ഫാദേഴ്സ് ഫിഗേഴ്സ് ഓഫ് ദി സെയിം ഗോഡ്. മനസ്സിലായി എനിക്ക്. അപ്പോ അതൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ നമ്മുടെ വേറെ കുറച്ച് ആളുകളും പോയിട്ടുണ്ട് സിവിലൈസ് ചെയ്യാൻ. നമ്മളുടെ ഹിന്ദു മിത്തോളജിയിൽ 7 സേജസ്, ദ 7 സേജസ് വെന്റ് ടു 7 പാർട്ട് ഓഫ് ദി വേൾഡ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് 7 സേജസ്, ദ ഗ്രേറ്റ് ഫ്ലഡ് വന്നപ്പോൾ മനുവിന്റെ കപ്പലിൽ 7 സേജസും ഉണ്ടായിരുന്നു. ആ 7 സേജസിനെ നമ്മൾ ഭാരതത്തിൽ വന്ന് നിന്നിട്ട് ഭാരതം വികസിപ്പിച്ചിട്ട് ഈ 7 സേജസും 7 കോണ്ടിനെന്റിലേക്ക് പോയി. ആ 7 കോണ്ടിനെന്റുമാണ് പിന്നെ 7 സിവിലൈസേഷൻസ്, 7 കൾച്ചർ. ആഫ്രിക്കൻസ്, ചൈനീസ്, ഇന്ത്യൻസ്, പിന്നെ ഇന്തോനേഷ്യൻസ്, അങ്ങനെ പല പല അറബ്സ്, പല പല റേസസ് ആയി മാറിയത്. സപ്തഋഷികളിൽ നിന്നാണ് ബാക്കി ലോകം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദി ആര്യൻ ഇൻവേഷൻ തിയറി. ദാറ്റ്സ് എ ബഞ്ച് ഓഫ് ബുൾഷിറ്റ്. വെറും ബുൾഷിറ്റ് ആണ്. സോ അപ്പോൾ അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ വേറൊരു ഫ്ലൈയിങ് ഗോഡും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ കഥയിൽ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ വിരോക്കോച്ചയുടെ മകൻ, അല്ലെ വിരോക്കോച്ച ഗോഡ് വരുമ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് വേറൊരു ഗോഡും അവിടുന്ന് തന്നെ വന്നു വേറെ രീതിയിലുള്ള ടീച്ചിങ്സ് പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദീസ് ആർ 2 ഫാക്ഷൻസ്. ഇപ്പൊ സൗത്ത് അമേരിക്കയുടെ ഒരു പാർട്ടും മറ്റേ പാർട്ട് കോണ്ടിനെന്റിന്റെ മുകളിലെ ഭാഗമാണ്. ബട്ട് ദേ വർ ഹാപ്പിലി ട്രേഡിങ്, ദ ലീഡേഴ്സ് വെർ മീറ്റിംഗ്, ദ ഗോഡ്സ് വെർ ഹാവിങ് റീയൂണിയൻസ്. ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന ആളുടെ രണ്ടാമത്തെ ഫാക്ഷന്റെ ആളുകളുടെ പേരാണ് ദ ആസ്ടെക്സ്. ആസ്ടെക്സ് എന്നാണ് പറയുന്നത്. ഈ ആസ്ടെക്സ് എന്ന് പറയുന്ന ആൾ നീ കേട്ടിട്ടുണ്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ ആസ്ടെക്സ് ആരാണ്? അതിനകത്ത് അവരുടെ ആസ്ടെക് മിത്തോളജിയിൽ എഴുതി വെച്ചേക്കുന്നതാണ് ആസ്ടെക് ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ നെയിം ഓഫ് ദ ഗായ് ഓർ ഗോഡ് / ഗോഡ് ഹു കെയിം ഫ്രം ഫാർ അവേ ടു സിവിലൈസ് ദ ലാൻഡ്. ഗായ്സ്, ഇന്തോനേഷ്യ, സൗത്ത് അമേരിക്കയുടെ മുകളിൽ എല്ലാം ആളുകൾ ചെന്ന് ഒരു വാക്കാണ് എഴുതുന്നത്, ടു സിവിലൈസ് ദ ലാൻഡ്. ആ ചെന്ന് ആസ്ടെക്സ് എന്ന് പറയുന്ന ആളുകൾ അവരെ ആസ്ടെക്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഫൗണ്ടറിന്റെ പേര് ഞങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഞങ്ങളുടെ തലമുറകളായിട്ട് അറിയാനും വേണ്ടിയാണ് ഇപ്പോഴും ആസ്ടെക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് നെയിം ഗെയിം ഫ്രം ദി സപ്തഋഷികളിൽ ഒരു നാഗാ സർപ്പന്റ് ആയിട്ട് പോയ ആളായിരിക്കാം അഗസ്ത്യ ഓർ അസ്തക. അസ്തക എന്ന് പറയുന്ന ആള് അവിടെ ആ സൗത്ത് അമേരിക്കയിൽ ഇപ്പോഴും പോയി നമ്മൾ അഗസ്ത്യ മുനി അല്ലെങ്കിൽ അസ്തക് മുനി എന്ന് പറയുന്ന വേറൊരാളുണ്ട്. നോർത്ത് അമേരിക്കയിൽ ഒരു നാഗാ ദൈവമായിട്ടുള്ള ഒരാളുണ്ട്. ആ നാഗാ ദൈവമായിട്ടുള്ള ആള് പോയിട്ടുണ്ടെന്നുള്ളൊരു കഥകൾ നമ്മളുടെ മെയിൻ സ്റ്റോറീസിലുണ്ട്. എന്തിനാണ്? സിവിലൈസേഷൻ ചെയ്യാൻ. അത് ചിലപ്പം 7 സേജസിൽ ഒരാളായിരുന്നിരിക്കാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ നമ്മളുടെ മിത്തോളജിയിൽ പുള്ളിയെ പറയുന്നത് നാഗദൈവമാണെന്നാണ്. ഹി വാസ് എ നാഗ. ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ഒരു നാഗയാണ് ആസ്തിക്. ആ ആസ്തിക് പോയി ദൂരെയുള്ള ലാൻഡ് സിവിലൈസേഷൻ ചെയ്ത് തിരിച്ചു വന്നു എന്നൊക്കെയാണ് കഥ. ഇനി അവിടെയുള്ള ആസ്തിക്സിന്റെ കഥ എന്താണെന്ന് അറിയാമോ? ദ ഫ്ലൈയിങ് സർപ്പന്റ്. ദ ഫ്ലൈയിങ് സർപ്പന്റ്. ഈ സർപ്പന്റ് ആണ് മെർക്കുറി ഉപയോഗിച്ച് പറക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ വിമാനശാസ്ത്രയിൽ മെർക്കുറി ഉപയോഗിച്ച് പറക്കുന്ന സർപ്പന്റ് ഇതാണ്. ദ ഫ്ലൈയിങ് സർപ്പന്റ് കെയിം ഫ്രം ദ ലാൻഡ് ടു സിവിലൈസസ്. അതുകൊണ്ടാണ് ഫ്ലൈയിങ് സർപ്പന്റിനെ ഇപ്പോഴും അഗ്രികൾച്ചറും പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിയുടെയും സയൻസിന്റെയും ദൈവമായിട്ട് ലോകത്ത് പലയിടത്തും കാണുന്നത്. എല്ലാം പോട്ടെ, ഹിന്ദു മിത്തോളജി നിങ്ങൾ എടുത്തു നോക്കിക്കോ. ദ ഫ്ലൈയിങ് സർപ്പന്റ്
ഈസ് ദി സിമ്പിൾ ഓഫ് അവർ ആയുർവേദ ആൻഡ് ഡോക്ടർ സിമ്പിൾ. എന്ന് പറഞ്ഞാൽ ചിറകുള്ള ഒരു സ്റ്റാഫിനകത്ത് 2 പാമ്പുകൾ ചുരുണ്ട് കയറുന്നത്, ഫ്ലൈയിങ് സെർപ്പന്റ് ആണ്, നാഗമാണ് ഇപ്പോഴും നമ്മളുടെ ഇതിലും ഫെർട്ടിലിറ്റിയുടെ ദൈവം. കാരണം എന്താണ് കുമാരികാണ്ഡം അല്ലെങ്കിൽ സുന്ദർലാൻഡിൽ നിന്ന് വന്ന് മനുവിന്റെ കൂടെ വന്ന 7 ഋഷിമാര് ആദ്യം വന്ന് ഇറങ്ങിയത് ഭാരതത്തിലാണ്. 7 പേരും കൂടെ ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കിയ ലാൻഡാണ്. ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അത് നമുക്ക് പക്ഷെ പലർക്കും മനസ്സിലാവും. സോ നമുക്ക് ഈ എപ്പിസോഡ് വരെ വൈൻഡ് അപ്പ് ചെയ്ത് വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ഗൈസ് ശരിക്കും നെക്സ്റ്റ് എപ്പിസോഡാണ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ കേൾക്കേണ്ട. നെക്സ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നത് നാഗാസ് ഇൻ മഹാഭാരത എന്നാണ് ടാഗ് ലൈൻ. So see you guys, Sri here. Talk to you guys later. Later, after 10 minutes, you guys will be seeing us in the next week. Yeah. Okay. Bye. Bye.